വെളിപ്പാട് 20:4-5-6-7 1000 ആണ്ട് വാഴ്ച. മനുഷ്യൻ്റെ കയ്യിലേക്ക് മൈക്രോ ചിപ്പ്, അതായിരിക്കും പ്രസംഗം. എല്ലാവരും ശ്രദ്ധയോടെ കുഞ്ഞു വായിച്ച് സഹായിക്കുക. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. മൈക്ക് ഓണാക്കി കൂടുമ്പന്നെ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ആരെ തല ഛേദിക്കപ്പെടും? ഇന്നലെ ഞാൻ പറഞ്ഞു. അടുത്തത് ഇന്നലെ മൃഗം പറഞ്ഞു, റോബോട്ട് അതും പറഞ്ഞു. നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും. ഇന്ന് രാത്രി ഏതാ ചിന്തിക്കുന്നത്? വളരെ വിപുലമായ സമയം നമ്മൾ എടുക്കണം. നെറ്റിയിലും കൈമേലും മൃഗത്തിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ബാക്കി എല്ലാവരും പാമ്പോ എന്ന് രാത്രി ചിന്തിക്കാം. അടുത്ത വാക്ക്, അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരെ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അവൻ പാതാളത്തിൽ കിടക്കും. അതെന്ന് രാത്രി ചിന്തിക്കുമ്പോൾ അറിയാം. 1007 വർഷം കഴിയുമ്പോഴാവും വരും ന്യായവിധിക്ക്. അടുത്ത വാക്ക്, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നത് പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. കണ്ണുകൾ മൂടാം. ഒരു നിമിഷം കൂടി ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് ഇന്നലെ പ്രസംഗിച്ചിട്ട് പോയി റാന്നി 6 കണ്ട ഉരുൾ പൊട്ടിയത്. 500 കടയിൽ വെള്ളം കയറി. കോട്ടവഞ്ചിക്കകത്തും എല്ലാത്തിനകത്തും എല്ലാത്തിനെയും എടുത്തുകൊണ്ട് പോകുന്നത്. കൊല്ലത്തുനിന്ന് ബോട്ടും വന്ന് പാലാ, മീനച്ചല, കോട്ടയം, ഇടുക്കി, ഉപ്പുതറ എല്ലാം മലവെള്ളപ്പാച്ചില. ഇന്ന് 4, 5, 6, 7 പേരോളം 8 പേരോളം മരണത്തിലേക്ക് വീണുപോയി. ഇന്നലെ രാത്രി നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദോഷവും വരുത്തുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മഴ ഇവിടെയും പെയ്യുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുമ്പോൾ കർത്താവ് നമ്മളെ കാത്തു. കേരളത്തിനകത്ത് പ്രളയങ്ങൾ തീരട്ടെ, ആപത്തുകൾ വരാതിരിക്കട്ടെ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. കൃഷിക്ക് മഴ ആവശ്യമെങ്കിലും ഉരുളുകൾ പൊട്ടാതെ, അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാതെ മഹത്വവാനായ ദൈവം കാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. കോട്ടയം ടൗണിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ പലരുമൊക്കെയും എവിടെ കിടക്കുന്നു? സ്കൂൾ ക്യാമ്പുകളിൽ കിടക്കുമ്പോൾ ഒരു രാത്രി കൂടി ആലയത്തിൽ വന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ മഹാദൈവം എന്നോട് കരുണ കാണിച്ചതിനായി നന്ദി. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. മഹത്വാനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ. അതിൻ്റെ പക്കത്താരെങ്കിലും കാൽ ചവിട്ടിയാൽ കാൽ പുതഞ്ഞ് മരിച്ചു പോകുക. സഹോദര സഹോദരി, മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ പേരാണ് യോശുവ. യോശുവയുടെ പ്രത്യേകത എന്ത്? അവന് വലിയ ബിരുദമില്ല, തിയോളജി ഒന്നുമില്ല, ഡോക്ടറേറ്റ് ഇല്ല. പക്ഷെ ഒന്നുണ്ട്, മോശയുടെ കീഴിൽ നിന്ന് കട്ടൻ വെള്ളം ഒഴിച്ചു കൊടുത്തവനാണ് യോശുവ. സ്വർഗത്തോട് പറഞ്ഞ് അപ്പാ എന്നെ കൊണ്ട് കഴിയത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട് സിസ്റ്റർ, ഇന്ന് രാത്രി കേൾക്കുക. ചെറുപ്പക്കാരെ കേൾക്കോ. സ്വർഗ യോശുവോട് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പാളയത്തിനകത്ത് ദൈവകരം ഇറങ്ങി വന്നു. യോശുവ 1 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 2 വചനം പറഞ്ഞു കൊടുത്തു. 3-ാമത്തെ പ്രത്യേകത ജനത്തോട് പറഞ്ഞു നമുക്ക് വേണ്ടി കർത്താവ് കാര്യങ്ങൾ ചെയ്യും. 4-ാമത്തെ ഏറ്റവും നല്ല പ്രത്യേകത അവൻ വിശുദ്ധിയെ പറ്റി പറഞ്ഞു. 5-ാമത് ഒരു കാര്യം പറഞ്ഞു. എന്താ? യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. രാത്രി വിശ്വസിച്ചാൽ പ്രഭാതത്തിൽ ജനം യാത്രയായി ഉയർന്നൊഴുകുന്ന തിരമാലകളുടെ നടുവ് യോർദാൻ്റെ മുമ്പിൽ നിൽക്കുക. മംഗലത്ത് പോണ ബാലരാമപുരക്കാർ പറഞ്ഞാണ് അവന്മാരെല്ലാം വെള്ളത്തിൽ പോകുന്നത്. ഒന്നേ ഉണ്ടായിരുന്നു, നിയമത്തിൻ്റെ പെട്ടകം തോളിലിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ശക്തിയുടെ കൃപയിൽ നീ ആരാധിക്കുമ്പോൾ ഏതൊക്കെ പ്രതികൂലത്തിൻ്റെ ചെങ്കടലകളോ യോർദാനോ നിന്റെ മുമ്പിൽ വന്നാൽ നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി വരും. ദൈവമക്കൾക്ക് സിസ്റ്റർ, ലോകം പറയും നീ മറുകര കടക്കത്തില്ല. ചെറുപ്പക്കാരെന്താ പറയും? ലോകം പറയും നീ അക്കരെ കടക്കത്തില്ല. നാട്ടുകാർ പറയും പ്രതികൂലത്തിന്റെ നടുവിൽ തീർന്നു പോകും. എന്നാൽ അഭിഷേകത്തോടെ അന്യഭാഷയോട് ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ശാലോമിൽ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കകപ്പുറത്ത് നിനക്ക് ദൈവകരം വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കമാൻ. അവർ കാൽ ചവിട്ടിയത് യോർദാനില, പക്ഷെ ഒഴുക്ക് നിന്നത് ഈജിപ്തിലെ അരാബായില. ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കണം. നീ ഇവിടുന്ന് കരമടിച്ച് ആരാധിക്കുമ്പോൾ ഓ ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞു, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിനകത്ത് ഒരു അത്ഭുത വിടുതൽ ഇന്ന് രാത്രി നടക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവർ കാൽ ചവിട്ടിയപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുതം ചെയ്തതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ബാലരാമപുരം പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന
ദൈവത്തിന്റെ വചനം, the word of the God. ഇന്ന് രാത്രി നിന്റെ പുരയ്ക്കകത്ത് അത്ഭുതം ചെയ്യുക. ഇന്ന് രാത്രി വചനത്തിന് കഴിയുക. ഇസ്രായേലിന്റെ കണ്ണുനീരിനകത്ത്, യോർദാന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന് അവരെ വിഭജിച്ചു മറുകര കടത്തിയ കർത്താവ് 2026 നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കലക്കലുകൾ മാറ്റി, ഒഴുക്കുകൾ മാറ്റി. ഇന്ന് രാത്രി ഇസ്രായേൽ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി നന്ദി. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 രാത്രിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. വളരെ വിദൂരതയിൽ നിന്ന് കൊച്ചു പൈതങ്ങളുമായിട്ടൊക്കെ വരുവാനിടയായി. പ്രിയ പിതാവേ, ഒരു ഘട്ടം ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾ കൊടുത്തില്ല. എങ്കിലും ആലയത്തിൽ വന്ന സകല മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകൾ ദൈവത്താൽ കാക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂലിവേലക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വെളിനാട്ടിലുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സർക്കാർ ജോലിക്കാർ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അടുക്കലേക്ക് വരുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകട്ടെ. അഭിഷേകത്തിൻ്റെ നദി ഒഴുകട്ടെ. പുറപ്പാടിൻ്റെ നദി ഒഴുകട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ 3 ദിനങ്ങളിലും ഇവിടെ പെയ്തിറങ്ങി ആരാധനയും വചനവും അനേക കുഞ്ഞുങ്ങൾ ആലയത്തിൽ കടന്നു വന്ന് യേശുവിനെ ഉയർത്തുക. ഈ പരിശുദ്ധ നാമത്തെ ഉയർത്തുവാൻ അനേകരിലേക്ക് ദൈവകരം ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ ഭൂരികളെയും കാൽവരുടെ കൊലകളത്തിൽ തകർത്ത് ഉയർത്തിട്ട് യേശു അപ്പച്ചന്റെ നാമം ഈ രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ഒരു ഉണർവ് നടക്കട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. ഇന്ന് രാത്രി തെക്കൻ മേഖലയിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ വാൾ ഉയരട്ടെ. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രിയ പിതാവേ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ഇന്ന് രാത്രി മഹാദൈവം കരുണ കാണിക്കണം. ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ ബിരുദങ്ങളോ ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദ്യോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നല്ല സഹകരണത്തിന് നന്ദി. വളരെ ഇപ്പോൾ നടക്കുന്ന ഇലാബറേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും എന്നുള്ളൊരു ഭാഗമായിരിക്കുന്നത്. കയ്യിലെ മൊബൈലൊന്നും വേണ്ട. മനുഷ്യൻ്റെ ലൊക്കേഷൻ തരുന്ന ഏറ്റവും നിർണായകമായ സംഭവമായി എലോൺ മസ്ക് ഒരു മുദ്രയുമായിട്ട് വരുന്ന എല്ലാവരും ചിന്തയോടെ ആയിരിക്കണം. പുതിയ നിയമത്തിലെ അവസാന പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെയും ഞാൻ പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമാ ശിഷ്യന്മാരിൽ വലിയൊരു മരണം സംഭവിക്കാതിരുന്നത്. എന്താ അവൻ്റെ പ്രത്യേകത? എന്നത് അവൻ്റെ നാട് കടത്തുന്നതാ. ഒന്നാമതായി അവൻ്റെ എന്താ ചെയ്തത്? എണ്ണയ്ക്കകത്ത് ഒന്നാമതായി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത മുതൽ അടിപയർ വരെ വാള് കൊണ്ട് കയറി രക്ഷപ്പെട്ടു. രണ്ടാമതായി വയോധികനായ യോഹന്നാനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടു. അവൻ്റെ മരണം കാണാൻ പലരും കാത്തു നിന്നു. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവന് വേണ്ടി ദൈവകരം ഇറങ്ങി വരും. ഒന്നാമത്തെ രാത്രി ദാവീദിനെ പറ്റി കുഞ്ഞുങ്ങൾ ചിന്തിച്ചു. കരമടിച്ച് ആരാധിച്ചവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. രണ്ടാമത്തെ രാത്രി അബ്രഹാമിന്റെ കുടിലിനകത്ത് ദൈവകരം ഇറങ്ങി വന്നപ്പോൾ തലമുറകളെ കൊടുത്ത് ദൈവം മാനിച്ചു. അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ബൈബിൾ മായാവിൻ ഡിങ്കനും കൂട്ടുസനുമല്ല. നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. ഇത് നിവർത്തി വരുന്ന പുസ്തകം. ഒറ്റ വാഗ്ദത്തം കൂടെ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് തെണ്ണയിൽ വീണാലും, വാഗ്ദത്തമുള്ളവൻ ഏത് ICU കിടന്നാലും, വാഗ്ദത്തമുള്ളവൻ ഏത് വെന്റിലേറ്ററിൽ കിടന്നാലും ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. നിനക്കൊരു മറുപടി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി ഒരു വാഗ്ദത്തം കൂടെ പറഞ്ഞു വെളിപ്പാടിലേക്ക്. ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്നൊരു കാലം. ഒരു അപ്പച്ചൻ, ഒരു അമ്മച്ചി, 2 മക്കൾ. എലിമലേക്ക് മംഗ്ലോൻ ഗില്യോൻ, അമ്മച്ചി നവോമി. അവർ 400 കിലോമീറ്റർ പുറകോട്ട് വന്നു. അവർ പാർത്ത സ്ഥലം ബേത്ലഹേം. ബേത്ലഹേമിൽ ഇന്ത്യയിൽ പറഞ്ഞാൽ എപ്പോഴും ചാപ്പാട് കിട്ടുന്ന സ്ഥലം. പൂരാ ടൈം ഗാനാമിലെ ഗൗസി ജഗാക്കാട്ട് നാമേ ബേത്ലഹേം. അവിടെയും പട്ടിണി വന്ന്. കേരളത്തിലും വരും വിഷമിക്കേണ്ട സഹോദര. അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വന്ന സ്ഥലമാണ് മോവാബ്. മോവാബ് ആരാ? ആൻറ്റി ലോത്തിന് 2 മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു. അതിലൊന്നാം മോവാബ്, അമോന്യർ. മോവാബ് ഈജിപ്തിൻ്റെ ഒരു ഭാഗം, അമോന്യരായ ഇന്നത്തെ ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ. അവരിവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പടപട കുഞ്ഞുങ്ങളുമായിട്ട് താമസിച്ചപ്പോൾ 2 കല്യാണം നടന്നു. മംഗ്ലോനും ഗില്യോനും ഓരോ പെൺകുട്ടികൾ വന്നു. ഒരു സഹോദരിയുടെ പേര് രൂത്ത്, മറ്റേ സഹോദരിയുടെ പേര് ഓർപ്പ. ഇങ്ങനെ വിവാഹ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ
അപ്പച്ചൻ ഒരു ഹാർട്ട് അറ്റാക്കോ എന്താ വന്ന് തട്ടിപ്പോയി. അല്ലേ തന്നെ പെൺപിള്ളേർ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ അപ്പന് പുളിയില വെള്ളം തിളപ്പിക്കണം, ഇൻസുലിൻ വെക്കണം, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. മനസ്സിലാക്കുന്നവർക്കായി അപ്പൻ മരിച്ചു. ഒന്നാമത്തെ ശവപ്പെട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും രണ്ടാമത്തെ ശവപ്പെട്ടി മംഗ്ലൂർ. അടുത്ത മൂന്നാമത്തെ ശവപ്പെട്ടി. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി വന്നു. പിന്നെ ആരെങ്കിലും ഫോൺ ചെയ്താൽ വരുമോ? പാസ്വേഡ് പറയും വരത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മച്ചി വിളിച്ചു, നവോമി വിളിച്ചു. നവോമി കുഞ്ഞുങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈ ഞാൻ വന്നപ്പോൾ പാസ്പോർട്ടിനകത്ത് വിസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്താ തിരിച്ചങ്ങ് പോവുക ബേത്ലഹേമിലേക്ക്. അപ്പം പറഞ്ഞു, ഇനി എനിക്ക് മക്കളുണ്ടാകുന്നവരെ കാത്തിരിക്കാനും പറ്റത്തില്ല, നിങ്ങളുടെ ദേവന്മാരുടെ അടുത്ത് നിങ്ങൾക്ക് പോകാം, ഒരു കല്യാണവും കഴിക്കാം. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? 2 പെൺകുട്ടികളിൽ എന്താണെന്നറിയാം? നമ്മുടെ രൂത്തും ഓർപ്പയാ. ഓർപ്പ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ആദ്യത്തെ ചുംബന സമരത്തിൻ്റെ ലീഡറാ ഓർപ്പ. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ അവൾ വാട്സപ്പിനകത്ത് ഒരു ചെറുപ്പക്കാരനായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്വോത്രം. അതുകൊണ്ട് അവൾ ചാടി ഒറ്റ ഓട്ടം ഓടി. ഏഷ്യാഡിൽ ഓടിയിരുന്ന മത്സമ്മയെക്കാളും നല്ല മെഡലും കിട്ടിയാണ്. മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവ് ചെറുപ്പക്കാരെല്ലാം കേട്ടാട്ട് ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരുന്നു. അതിനകത്ത് ഒരുവൻ എടുക്കപ്പെട്ടു, ഒരുവൻ തള്ളപ്പെട്ടു. അതിൻ്റെ പ്രത്യേകതയാ, ഒരുവൻ എടുക്കപ്പെട്ടു, ഒരുവൻ തള്ളപ്പെട്ടു. യാക്കോബ് എടുക്കപ്പെട്ടു, ഏശാവ് തള്ളപ്പെട്ടു. 2 പേർ ഒരു വയലിലായിരുന്നു. അതിലൊന്നാ കായീൻ ഹാബേൽ. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. അവൻ എടുക്കപ്പെട്ടു, കായീൻ തള്ളപ്പെട്ടു. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിലൊന്നാ ഓർപ്പ ചേച്ചി, മറ്റേത് രൂത്ത് ചേച്ചി. മനസ്സിലാകുന്നവർക്കായി. ഓർപ്പ മതിലിയാടി, രൂത്തോ എടുക്കപ്പെട്ടു. കോഴഞ്ചേരിക്ക് അടുത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം മണവാട്ടിയുടെ യോഗ്യത ഇതിനെപ്പറ്റി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഓർപ്പ തള്ളപ്പെട്ടു, രൂത്ത് എടുക്കപ്പെട്ടു, ഏശാവ് തള്ളപ്പെട്ടു, യാക്കോബ് എടുക്കപ്പെട്ടു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കായീൻ തള്ളപ്പെട്ടു, ഹാബേൽ എടുക്കപ്പെട്ടു. അപ്പോൾ ഒരു അച്ചായനും അമ്മാമ്മയും കൂടെ യോഗം കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുക, അച്ചായനോട് പറയാ, ഞാൻ പോവോ ശോശാമ്മ പോവോ എന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അച്ചായൻ പറയുന്നത് എന്താ? ബൈബിളിനകത്ത് കിടക്കുന്നത് ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ തള്ളപ്പെടുമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, അച്ചായ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഉറങ്ങരുത്. അല്ല, ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. സ്വോത്രം. വീട്ടിൽ ഉറക്കമില്ല, ഇവിടെ വരുമ്പോഴെങ്കിലും ഇച്ചിരി നേരം ഉറങ്ങട്ടെ. സന്തോഷമില്ലല്ലോ. സജിപ്പാസ് ഉറങ്ങുന്നവരെ കുറ്റം പറയുന്നത് ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ ഉറക്കം കിട്ടാത്തപ്പോഴേ ആലയത്തിൽ വരുമ്പോൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഇച്ചിരി നേരം സമാധാനമായിട്ട് ഉറങ്ങട്ടെ, സമാധാനത്തോടെ. സ്വോത്രം. അതുകൊണ്ട് ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചായനും പോ, അമ്മാമ്മയും പോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, 2 പേരും രക്ഷിക്കപ്പെട്ടു വചനപ്രകാരം മുന്നോട്ട് പോകണം. സ്വോത്രം. അതാ കർത്താവിൻ്റെ ദിവസം. രൂത്ത് ഓർപ്പ ഓടി അവളുടെ പണിക്ക് പോയി. രൂത്ത് അമ്മച്ചിയോട് ചേർന്ന് നിന്ന്. അപ്പം വിചാരിച്ച് ചുരിദാർ പിടിച്ചുകൊണ്ടിരുന്നേ. ഇല്ല, അമ്മച്ചി അവിടെ പോയപ്പോൾ എന്താ പോയി? ബേത്ലഹേമിൽ നിന്ന് പോയപ്പോൾ ഒരെണ്ണം കൊണ്ടുപോയി. യഹോവയുടെ ന്യായപ്രമാണം. സ്വോത്രം. ഞങ്ങളുടെ കണക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൊണ്ടുപോയതല്ല. രൂത്തിന് പിടികിട്ടി അമ്മച്ചി ഇത് വായിച്ചുകൊണ്ടിരിക്കുക. എന്താ സിസ്റ്റർ? ഇന്ന് രാത്രി യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിലോ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കും. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പോകുന്നിടത്ത് 7 തീരുമാനം രൂത്തുണ്ട്. ശൗര്യമാർ ശ്രദ്ധിക്കണം. അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പാർക്കും, അമ്മച്ചി പോകുന്ന ചർച്ചിൽ ഞാൻ പോകും, ഈ വചനമെടുത്ത് ദൈവത്തെ സ്തുതിക്കും, അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്ന കുരങ്ങനെ പോലെ ഇരിക്കുക, പ്രൈസ്തലോടും കൊടുക്കും. എന്നിട്ട് അവൾ പറഞ്ഞു, അന്ത്യം വരെ ഞാൻ ഈ കർത്താവിനെ ഉയർത്തും, മരണം എൻ്റെ പേർ ഭരിക്കുന്നവർ. അയ്യോ, അന്നേരം ഇല്ല രൂത്തിന് വിസ കിട്ടിയ. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി കൈ ഉയർത്തിയാലൊന്നും വിസ കിട്ടത്തില്ല. നീ തീരുമാനമെടുക്കുമ്പോഴാണ് വിസ കിട്ടുന്നത്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവർക്കൊരു വിസ കിട്ടി. വല്യമ്മച്ചി, കറുത്ത ഒരു വലിയ നല്ല അമ്മച്ചി നവോമി, കറുത്ത പെങ്കൊച്ചുമായിട്ട് അവിടെ വന്ന് നല്ല സ്ഥലം പാറശാലയ്ക്കടുത്ത് പരശുവയ്ക്കൽ ആ വയലിൻ്റെ സൈഡിൽ ഒരു ടെൻ്റ് അടിച്ച് കിടക്കുക. അപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഷക്കാരെല്ലാവരോട്, ഇവരുടെ സ്വന്തം സ്ഥലമായിരുന്നു, വിറ്റുപറക്കി പോയതാ. എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നാടൻ ഭാഷ നമുക്ക് സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറവാണ്, മന്ന TV കൊടുത്താട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, കിളവി എങ്ങാണ്ട് പോയി ഭാര്യയും 2 അച്ചായനെയും 2 എണ്ണത്തിനെ കൊന്നിട്ട് ഒരു കറുത്ത പെണ്ണുമായിട്ട് വന്ന് കിടക്കുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആ സമയത്ത് അമ്മച്ചിക്ക് പാസ് പറഞ്ഞുള്ള കോവിഡൊക്കെ വന്നാകെ കാലിവേദനയായിട്ടിരിക്കുക. തൊട്ടടുത്ത് കൊറ്റാമർ റോട്ടി ആരുടെ വയലുണ്ട്? ബോബസിൻ്റെ വയലുണ്ട്. 1-ാം ദിവസം അവളോട് പറഞ്ഞ് വയലിൽ ചെല്ല്, വല്ല കഞ്ഞി വെക്കാൻ കിട്ടുമെന്ന്. പാവപ്പെട്ട രൂത്തിന് സ്ഥലമൊന്നും അറിയത്തില്ലെങ്കിൽ അവൾ ഗൂഗിൾ മാപ്പില്ലാതെ തപ്പി എവിടെ ചെന്ന് വയലിൻ്റെ അവിടെ ചെന്ന് കറുത്ത പെങ്കൊച്ചായിരുന്നു. യഹൂദന്മാർ കണ്ട് അവർ പറഞ്ഞു, വയലിനകത്ത് ഇറങ്ങരുത്, നീ ശാപം കിട്ടിയപ്പോൾ. ആ ശാപത്തെ അനുഗ്രഹമാക്കുന്ന ശുശ്രൂഷ എന്ന് രാത്രി. എന്താ സംഭവിച്ചത്? അവൾ കാത്തിരുന്നു. ഉച്ചയായപ്പം പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, സ്വോത്രം അയച്ച ഒരു കട്ടൻ ചായ കൊടുക്കുന്നത് പോലെ അവൾക്ക് നന്മ
നന്മണി കിട്ടി. ദൈവാലയത്തിൽ ശാലോമിൽ 1-ാം ദിവസം വന്ന വലിയ വിടുതൽ കിട്ടത്തില്ല. കാത്തിരുന്നാൽ നിനക്ക് വേണ്ടി ഒരു നന്മണി തരും. അതാ ദൈവത്തിൻ്റെ കരം. അവൾ യാത്ര അവസാനിപ്പിച്ചില്ല ചേച്ചി, കേട്ടാട്ടെ. 2-ാം ദിവസം വീണ്ടും അവൾ പോയി. ആ സമയത്ത് യഹൂദന്മാർ പറഞ്ഞു, വന്നതല്ലേ കരയ്ക്കിരുന്നാട്ടെ, മനസ്സിലാക്കുന്നവർക്കായി. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവളോട് പറഞ്ഞ കയ്യിലിരിക്കുന്ന തോർത്തഞ്ച് അവിടെ കറ്റയെല്ലാം പൊടിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോയി. അവൾ സമാധാനത്തിൽ കൊണ്ടുപോയി. 3-ാം ദിവസം അവൾ ചെന്നപ്പോൾ യഹൂദൻ്റെ പണിക്കാർ പറഞ്ഞു, ചേച്ചി അവിടെ കാണും പെട്ടിയാട്ടം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. യെല്ലോയും മാങ്കോയും അലർട്ടൊക്കെ വരാൻ പോകും, വെള്ളം കയറാൻ പോകും, കുറച്ച് അടിച്ചുകൊണ്ട് പോയിക്കോളാം. സ്വത്ര 3-ാം ദിവസം പെട്ടിയാട്ടോയിൽ അത് വീട്ടിൽ കൊണ്ട് പത്തായത്തിൽ കയറ്റി. 4-ാം ദിവസം അവൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി നീ കരയ്ക്കിരിക്കേണ്ട, വയലിൽ ഇറങ്ങാം. മനസ്സിലാകുന്നവർക്കായി ഇതാ പടിപടിയായി ദൈവം നിന്നെ അനുഗ്രഹിക്കുക. 5-ാം ദിവസം ഉണ്ട് വയലിൻ്റെ ഉടമസ്ഥൻ ആര് വന്നു? ബോവസ് വന്നു. ബോവസ് ചോദിച്ചു, നീ എവിടുത്തെ കാര്യം? അപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ ബന്ധത്തെ എലിമലേക്ക് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്ന ഒരു മോവാബി വന്ന് പാർത്തു. ഞങ്ങൾ രണ്ടുപേരെ കല്യാണം കഴിച്ച് എൻ്റെ ഒരു സഹോദരി ഓടിപ്പോയി. ഞാനിപ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചിയായിട്ട് ദാ ഇവിടെ കൊറ്റാമത്ത് കിടക്കാം. അന്നേരം ബോവസ് ചോദിച്ചു, വഴിയാധാരമായ ആധാറുണ്ടോ? ഇല്ല. ഇപ്പം പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഐ ഡി ഉണ്ടോ? ഒന്നുമില്ല. ബോസ് പറഞ്ഞു, ഇന്ന് പോകുമ്പോൾ 6-ാം ദിവസം എന്താ 2 ഫോട്ടോ എടുത്തിട്ട് പോകണം. 7-ാം ദിവസം നമുക്ക് വയൽ രജിസ്റ്റർ ചെയ്യണം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. 5-ാം ദിവസം ബോവസ് വയൽ വന്നു. 6-ാം ദിവസം വയൽ അവളുടെ കയ്യിലായി. 7-ാം ദിവസം ഭർത്താവ് നഷ്ടപ്പെട്ട അവൾക്ക് ബോവസിൻ്റെ മണവാട്ടിയായി മാറി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൂതുണ്ട്. 1 നന്മണി, 2 ചങ്ങഴി, 3 അവൾക്ക് കറ്റ ഇഷ്ടം പോലെ കിട്ടി, 4 വയലിൽ ഇറങ്ങുവാൻ ഭാഗ്യം ലഭിച്ചു, 5 ബോവസ് അവളെ അന്വേഷിച്ചു വന്നു, 6 ഒരു 1,00,000 രൂപ പോലും ഇല്ലാത്തവർക്ക് വയൽ നെയ്യാറ്റിങ്കര അവിടെ പേര് രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാത്രി ഒരു ദൂത് ഏറ്റെടുക്കണം. കൈ 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റത്തില്ല. 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ കെട്ടിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ, എന്നാൽ നിൻ്റെ സഞ്ചി ഓട്ടസഞ്ചിയെങ്കിലും ദൈവകൃപ ഇറങ്ങിയാൽ അതിനെ നിറയ്ക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ആധാറും വേണ്ട, പാൻ കാർഡും വേണ്ട, ഒന്നും വേണ്ട. 7-ാം ദിവസം ശാപത്തെ അനുഗ്രഹമാക്കി 1000 ആണ്ട് ശാപത്തിൽ കിടക്കുന്ന ആരെ പിടിച്ച്? രൂത്തിനെ പിടിച്ച് ബോവസ് മണവാട്ടിയാക്കി. അങ്ങനെയെങ്കിൽ ബാക്കി കൂടെ കേട്ടണം. ബോവസിനും രൂത്തിനും ഒരു സന്തതി ജനിച്ചു, ഒബേദ്. ഒബേദിൻ്റെ സന്തതിയായി ഇശയായി ജനിച്ചു. ഇശയായുടെ കുറ്റിയിൽ നിന്ന് ദാവീദ് മുള പൊട്ടി പുറപ്പെട്ടു. ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഇന്ന് രാത്രി ആ കറുത്തമ്മച്ചിയെ, പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിനകത്ത് നാട്ടുകാർ തള്ളിക്കളഞ്ഞ കറുത്തമ്മച്ചിയെ നമ്മുടെ ശാലോമിൽ കൊണ്ടുവന്നിട്ട് വെക്കണം. അമ്മച്ചിയുടെ കുടുംബത്തിനകത്ത് യേശു വരാൻ എന്താ കാരണം? അമ്മച്ചി പറയും, ഈ ജീവന്റെ വചനം ന്യായ പ്രമാണം ഉയർത്തിയതായ എൻ്റെ വിടുതലിൻ്റെ കരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ, നിന്റെ കെട്ടുകളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യത്തിൻ്റെ ഭർത്തമായത് തകർത്ത് വചനമെടുത്ത് ആരാധിക്കുന്നുവെങ്കിൽ ബോവസ് നിന്റെ വീട്ടിൽ വരും. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ചില വിവാഹം നടക്കാത്ത മേഖലകളിൽ കരമുയർത്തി പറയണം, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി കൊണ്ടുവരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ആത്മാവിൽ ദൂത് ഏറ്റെടുക്കണം. നാളുകളായി ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ബാങ്കുകാർ ലോൺ തരത്തില്ല. ഒരുപക്ഷെ നിനക്ക് ബാങ്കുകാരെല്ലാം തള്ളിക്കളയും. എന്നാൽ ഇന്ന് രാത്രി വരേണ്ടിയവൻ നിന്റെ പുരക്കകത്തിറങ്ങി വന്നാൽ അത്ഭുതത്തിന്റെ വഴി നിനക്ക് വേണ്ടി തുറന്നു തരുക. രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ദൈവകരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം വിശ്വസന വാഗ്ദത്തങ്ങളുടെ ദൈവമാ. രൂത്ത്, നീ വഴിയിൽ വെച്ച് തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ഇന്ന് രാത്രി ശാലോമിനോടൊരു ദൂത് പറയാം. ഈ പുസ്തകം എടുത്ത് ആരാധിച്ചവനെ അവൻ ഒരു നാളും അനാഥനായി വിടത്തില്ല, ഒരു നാളും അനാഥയായി വിടത്തില്ല. നിന്റെ വാഗ്ദത്തങ്ങളുടെ നിറവ് തരുന്നവനാ സ്വർഗത്തിലെ ദൈവ. പെരുങ്കാറ്റും കൊടുങ്കാറ്റും നിന്റെ പടകിന് നേരെ അടിക്ക്. ഈശാന പോലെ നിന്റെ പടക് തകർക്കുവാൻ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അമരക്കാരനായി ഒരുവൻ ഞങ്ങളുടെ പടകിനകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാ. ഇന്ന് രാത്രി പ്രോമിസ് ഓഫ് ദ ഗോഡ് ഈസ് നെവർ ഗോൾ. പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും കാരാഗ്രഹത്തിനകത്ത് വീണാലും ശൃംഗക്കുഴിയിൽ കടന്നാലും എണ്ണയുടെ തൊട്ടിക്കകത്ത് കിടന്നാലും നിന്നെ മടക്കി കൊണ്ടുവന്ന് ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. പത്മോസിൽ യോഹന്നാൻ കാണുന്ന ഒരിക്കൽ കൂടി കാൽവറിയിൽ 39 അടി 156 മുള്ളുള്ള ഒരു കിരീടം, ഇതെല്ലാം കാണുന്നതാണ്. പക്ഷെ പത്മോസിൽ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതോടെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമായ സഭയെ വല്ലങ്കയിൽ പിടിച്ച് സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരയ്ക്കാമെങ്കിൽ പ്രസംഗം മനസ്സിലാക്കാം. നമ്മുടെ ഇവിടെ തന്നെ വരുന്ന പഠിക്കേണ്ട പ്രാവച്ചമ്പലത്തിൽ രാമചന്ദ്രൻസ് അവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫർ തല്ലുപടി. ഇന്ന് നാളുകളിലെ ഓണത്തൊക്കെ വന്ന് തല്ലുപടി തമിഴ് ഭാഷയിൽ പറഞ്ഞ ഓഫർ. ഇവിടെ നമ്മൾ ഒരു സഹോദരൻ
சகோதரி போயிருக்குது, நல்ல அருமையான ஒரு சுடிதார் மேடிச்சிருக்குது. அதுக்கு ശേഷം എന്താ 200 രൂപ ഡിസ്കൗണ്ട്, 1000 രൂപ കൊടുത്ത 800 മെറ്റീരിയൽസ് കൊടുത്തിട്ട് നല്ലൊരു ഫോട്ടോ കിട്ടി, താടി വെച്ച ഒരു പുള്ളിക്കാരൻ്റെ ഫോട്ടോ. ഉടനെ സിസ്റ്റർ വിചാരിക്കും ഇത് യേശു ക്രിസ്തുവാണ്. ആ താടി വെച്ച പുള്ളിക്കാരൻ യേശു അല്ല. ഇന്ന് രാത്രി ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനാണ് ലിയനാർഡോ മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിന് ഒരിക്കലും യേശുവിനെ വരയ്ക്കാൻ ഭയങ്കര താല്പര്യം. യേശു അങ്ങ് പോവുകയും ചെയ്ത്. അപ്പോൾ നമ്മുടെ ബാലരാമപുരം വഴിമുക്കി പോയപ്പോൾ സൈക്കിളിൽ പോയപ്പോൾ ഒരു പാട്ടുകാരൻ വിചാരിക്കുന്നത്, അവൻ്റെ പേര് പിയാത്തോ ബാന്തലി. അവൻ്റെ ഫോട്ടോയായി വരയ്ക്കുന്നത്. ഈ പിയാത്തോ ബാന്തലിയെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി? വീട്ടിൽ കൊണ്ടുപോയി തട്ടുകടയിൽ നിന്ന് ചായ എല്ലാം മേടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബ്യൂട്ടി പാർലർ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ക്ലിയറായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നതാ ഈ യേശുവിൻ്റെ പടം. ഇന്ന് രാത്രി അത് ഈ കാണുന്നത് പിയാത്തോ ബാന്തലിയ, ചരിത്രത്തിലെ യഹൂദൻ്റെ ഒരു പാട്ടുകാരനെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്യൂട്ടി പാർലർ തുടങ്ങിയതാരാ? ബാലരാമപുരത്താന്ന്. സ്വോത്രം. മുടിപ്പെട്ട് കടയെല്ലാം മാറിയില്ലേ? ഇന്ന് ലേഡീസ് ബ്യൂട്ടി പാർലർ, ജെൻസ് ബ്യൂട്ടി പാർലർ. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി. ബാക്കിയോടെ കേൾക്കാം. എല്ലാ സഹോദരിമാർക്കായിട്ട് എന്തായാലും രാത്രി പോവുക. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കേട്ടോണേ, ചാത്തന്നൂർ ഇവിടല്ല, ഒരു വീട്ടിൽ ഒരു അച്ചായൻ്റെ മകൾ, അവൾക്ക് 33 വയസ്സായി, കല്യാണമൊന്നും നടന്നില്ല. എല്ലാവരും പ്രാർത്ഥന എന്തായാലും പ്രാർത്ഥിച്ച് കല്യാണം ശരിയായി. അപ്പോൾ എന്നെയും വന്ന് വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രാം തീയതി പാസ്റ്റർ ഉറപ്പീര്, ഇത്രാം തീയതി കല്യാണം. ഞാൻ പറഞ്ഞു ഉറപ്പീരിനുമില്ല, കല്യാണത്തിന് അന്ന് മുണ്ടക്കയത്ത് കൺവെൻഷനാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ വരാം. പാസ്റ്റർ പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിക്കണേ, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന്. അപ്പം ഞാൻ രാവിലെ അവിടെ ചെന്ന് അപ്പം പിന്നെ അവിടുത്തെ ദൈവദാസന് ഒരു പായൊക്കെ ഇട്ട് എനിക്ക് മധുരമില്ലാത്ത ചായയൊക്കെ തന്നപ്പോൾ 33 വയസ്സുകാരി ജോസ്മി മോള് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് ഞാൻ പായക്കകത്ത് നോക്കിയപ്പോൾ 22-കാരിയുടെ അണക്കിരിക്കുന്നു. സ്വോത്രം. അപ്പം ഞങ്ങൾ പാട്ടുപാടി അല്ലയോ കുമാരി കേൾക്കാൻ ചെവി ധരിക്കുക, നല്ല സങ്കീർത്തനമൊക്കെ കഴിഞ്ഞു. അപ്പം പുറത്തിറങ്ങിയപ്പോൾ അച്ചായൻ പറഞ്ഞു, പാസ്റ്റർ കൺവെൻഷൻ ഉണ്ടല്ലോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അന്നേരം ഒരു കവർ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു ദൈവനാമത്തെ ഇത് തരരുത്, ഞങ്ങൾ പെങ്കൊച്ചുങ്ങളെ കെട്ടിക്കുന്ന വീട്ടിൽ നിന്ന് കവറേ മേടിക്കത്തില്ല. സ്വോത്രം. ആണുങ്ങൾ കെട്ടുന്നിടത്തുനിന്ന് കവർ മേടിക്കവന്മാരെ നല്ല അന്യായ പണം മേടിച്ചാൽ കെട്ടുന്ന മനസ്സിലാകുന്നവർക്കായി അച്ചായൻ ഇത് വെച്ചേക്കാൻ പറയും. അപ്പം ഞാൻ അച്ചായൻ്റെ അടുത്ത് ചോദിച്ചു, അച്ചായ ഇത് നമ്മുടെ കൊച്ചു ജോസ്മി തന്നാന്നോ? അപ്പോൾ ചോദിച്ചാൽ പാസ്റ്റർ എന്താ സംശയം? ഞാൻ ലേയുടെ റാഗലിനടക്ക് ഇനി വെച്ച് മാറ്റിയാൽ കാണുമോ സംശയം? അപ്പം ഞാൻ ചോദിച്ച് ഇവളെ കണ്ടിട്ട് ഒരു 10-22 വയസ്സുകാരിയോട്, പാസ്റ്റർ ആരോടും പറയരുത്, ഇന്നലെ രാത്രി കൊല്ലത്തുനിന്ന് ലേഡീസ് ബ്യൂട്ടി പാർലറിൽ നിന്ന് 2 പേര് വന്ന് ഇവളെ കൊണ്ടുപോയി രാവിലെ തിരിച്ചു കൊണ്ടുവന്ന് 17,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വാൾപൊട്ടി അടിച്ചോ ഏത് പൊട്ടി അടിച്ചോ ഇപ്പോൾ ലെവലിലായിരുന്നു. സ്വോത്രം. എല്ലാവരും കേട്ടാട്ടെ, സഹോദരിമാർ കേട്ടാട്ടെ. സ്വോത്രം. ചേട്ടന്മാർ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ യോഗത്തിന് പോയി. 2 ആഴ്ച കഴിഞ്ഞ് ചന്തയിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു. ഞാൻ പറഞ്ഞു, മോടെ കല്യാണമൊക്കെ കഴിഞ്ഞു? ആയിരുന്നു. പാസ്റ്ററേ, നല്ല ദുബായ്ക്കാർ എൻജിനീയർ, അവൻ വീട്ടിൽ വന്ന ഉടനെ സങ്കീർത്തനം വായിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചവനൊരു പ്രതിഫലം കിട്ടിയല്ലോ. സ്വോത്രം. അപ്പം ഞാൻ നോട്ടറിൽ ചോദിച്ച്, അച്ഛാ നമ്മുടെ മോൾ ഇപ്പോഴും ആ പഴയ ലെവലിൽ തന്നെ ആണോ? അപ്പോൾ അച്ചായൻ പറയാം, എൻ്റെ പാസ്റ്ററെ അതൊരു കള്ളക്കളി ആയിപ്പോയി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയെന്ന്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് സഹോദരിമാരോട് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത വാൾപുട്ടിയും ആവശ്യമില്ലാത്ത സ്നോസവും ഈ ബ്യൂട്ടി പാർലറിൽ പോയി അടിച്ചാൽ അതിനകത്ത് വരാൻ പോകുന്ന വലിയ സ്കിൻ ഡിസീസുകളാണ്, ക്യാൻസർ വരെ വരും. അതിനകത്ത് ക്രോമിയം ഉണ്ട്, വേറെ സിന്തറ്റിക് ഉണ്ട്. അപ്പോൾ സഹോദരിമാർ പറയും ഒരുക്കമൊന്നും വേണ്ടെന്ന്. ചേച്ചി നല്ലത് മഞ്ഞളും മൈലാഞ്ചിയാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. വലിയ കുഴപ്പമില്ലാതപ്പോൾ അതുകൊണ്ട് 17,000 രൂപ ഈ പരിപാടിക്ക് നിൽക്കരുത്. സഹോദരന്മാരും മോശമല്ല, നിങ്ങളല്ല. ഇവിടെ മഞ്ഞ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ പറയും, ഞങ്ങളവിടെ സ്റ്റേജിൽ കയറുന്ന പല പാസ്റ്റർമാരുണ്ട്. ചില കൺവെൻഷന് പോകുമ്പോൾ 1000 രൂപയ്ക്ക് മുഖത്ത് മേക്കപ്പ് അടിച്ചിട്ടാണ് കയറുന്നത്. സന്തോഷമില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2 നല്ല സുവിശേഷകർ, 2 എണ്ണത്തിനും 65 വയസ്സുണ്ട്, കണ്ടാൽ 35 വയസ്സേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ഇതെല്ലാം വൈകിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി കിടക്കേക്കോട്ടയും തമ്പാനൂരും അടിച്ചിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. യവനെ എല്ലാം ദൈവം ഒതുക്കും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാൾപുട്ടിയും പുട്ടിയും അടിക്കാതെ പോകണം. അതുകൊണ്ട് ആദ്യത്തെ ബ്യൂട്ടി പാർലറിൽ ആ മൈക്കൽ ആഞ്ചലോയ, അവനാ പിയാത്തോ ബാന്തലി. അപ്പം നിങ്ങളുടെ ഫോട്ടോയിലിരിക്കുന്ന യേശു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ പേര് ആ പാട്ടുകാരൻ പിയാത്തോ ബാന്തലി. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കാം. 7 നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പെൺകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവർ, കാലുലേ ചുട്ടു പഠിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ, കാൽ വെള്ളോട്ടിന് സദൃശം, മുഖം ഹിമം പോലെ അവൻ്റെ മുടി. ഇതൊക്കെ ഇങ്ങനെ ഒരു യേശുവിനെ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച ഒരു യേശുവിനെ ആർക്കെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗം അവസാനിക്കാം. നിന്റെ ഹല്ലേലൂയ ബുക്കിനകത്തിരിക്കുന്നവനല്ല യേശു, ഫോട്ടോയ്ക്കകത്തിരിക്കുന്നവനല്ല യേശു. ആർക്കും ദുഃഖം വരരുത്. നാം ദൈവത്തിൻ്റെ മന്ദിരമാകൊണ്ട് നമ്മുടെ ചങ്കിനകത്ത് വചനപ്രകാരം വാസം ചെയ്യുന്നവനാ ഞാൻ ആരാധിക്കുന്ന യേശു.
അതുകൊണ്ടാണ് പറഞ്ഞ് 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടക്കുകയും ദൈവ സാന്നിധ്യം. അങ്ങനെയെങ്കിൽ അത് പറഞ്ഞപ്പോൾ വളരെ ഒരു മർമ്മവും വരുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത അവൻ എവിടെയാ? എല്ലാവരും കേട്ടാട്ടെ. അപ്പം തന്നെ ദൈവനാമത്തിൻ്റെ പ്രവചനത്തിൻ്റെ വാക്കുകൾ ഓർമ്മ വരുന്നു. അനാദി നിത്യതയിൽ അവൻ പിതാവിൻ്റെ മടിയിലായിരുന്നു. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ്. അമ്മാമ കേട്ടോ, അവൻ ജനിച്ചത് ഇവിടെ ലോകത്തിൻ്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ. അവൻ വളർന്നത് ഇവിടെ മാതാപിതാക്കളുടെ നടുവിൽ. അവൻ പള്ളിയിൽ പോയത് ഇവിടെ പുരുഷാരത്തിൻ്റെ നടുവിൽ. അവൻ അത്ഭുതം ചെയ്തതെന്താ? ജനത്തിൻ്റെ നടുവിൽ. ഉപദേശം കൊടുത്തത് ഇവിടെ ശിഷ്യന്മാരുടെ നടുവിൽ. ബാക്കിയൂടെ കേട്ടോ ചേച്ചി, എന്താ? അവൻ കാൽവറിയിൽ പരമയാഗമായത് 2 കള്ളന്മാരുടെ നടുവിൽ. ക്ലിയർ. എക്കാലത്തും ദൈവ സാന്നിധ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കിയൂടെ കേൾക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റ് എവിടെ വന്ന് കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അവനെ കാണുന്നു. വെളിപ്പാട് അവസാനിക്കുമ്പോൾ ഒരു വാക്യം, വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു. അതുകൊണ്ട് 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിലുള്ളവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി നിങ്ങൾ ആശുപത്രിയിലാണോ? ഒരു സർജറി നടക്കുമ്പോൾ 2 ദൈവ കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ചാലും അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്നവനാ സ്വർഗത്തിലെ ദൈവം. അടുക്കളക്കകത്ത് 2 പേര് പാചകം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഒരു പ്രാർത്ഥനാ വിഷയം കിട്ടുമ്പോൾ സിസ്റ്റർ കരം കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ നടുവിലും വെളിപ്പെടുന്നവനാ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം. ഇന്ന് രാത്രി ഒരു വാഹനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ എമർജൻസി ഒരു പ്രാർത്ഥനാ വിഷയം കിട്ടിയാൽ സൈഡിൽ ഒതുക്കി 2 പേർ ഐക്യമത്യപ്പെട്ട് ഭൂമിയിൽ എന്ത് യാചിച്ചാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന നല്ല ദൈവത്തെ ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ 2-ാം ദിവസം പറഞ്ഞു, 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽ മഷം, 3 മനസാക്ഷി, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പ യുഗം, 6 കൃപായുഗം. കൃപായുഗം തീരാറായി. കർത്താവ് മടങ്ങി വരുമോ? മനസ്സിലാകുന്നവർക്കായി ഈ ലൈവ് പോകുന്നു. അമേരിക്കയിൽ കേൾക്കണം, കാറിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കർ ഐ ആം എ ജീസസ് ബിലീവർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, ആരോട് പറയാൻ പറ്റത്തില്ല, ഇഷ്ടമുണ്ടെങ്കിൽ കയറാം. അതിന് ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം ഈ കാറിനകത്ത് ഓടുമ്പോൾ ഒരു പക്ഷേ കാഹളനാദം കേട്ടാൽ ഞാൻ എടുക്കപ്പെടും. അതാ കാറിൽ സ്റ്റിക്കർ. ഇതാണ്ടേ തിരുവനന്തപുരം നേമം വഴി പോകുന്ന നാഗർകോവിൽ പാസഞ്ചർ. പണ്ട് 2 പൈലറ്റ് ഒന്നുമില്ല, ഒരു ലോക്കോ പൈലറ്റ്, ഒരു ഡീസൽ എഞ്ചിൻ കരിയും തുപ്പി ഇങ്ങനെ പാട് ഗൂഗു ഗൂഗു തീവണ്ടി, ഗൂഗി പായും തീവണ്ടി. സന്തോഷമില്ലല്ലോ. ഇന്ന് കണ്ടില്ലേ 2 ലോക്കോ പൈലറ്റുമായിട്ടാണ് ആ ട്രെയിൻ പോകുന്നത്. അതുപോലെ എവിടെയാണ് കേട്ടോണം? ദാണ്ടേ ചാക്കായുടെ അടുത്ത് ഇന്ന് അനന്തപുരിയുടെ പേര് കഴിക്കുമ്പോൾ ഇഷ്ടം പോലെ വിമാനം കിടക്കുക. ഇൻഡിഗോയും എമിറേറ്റ്സും എയർ അറേബ്യ എല്ലാം കിടക്കുക. അപ്പം ഫ്രണ്ടിൽ നോക്കണം, ഒരു പൈലറ്റ് അല്ല 2 പൈലറ്റുമാരിപ്പുണ്ട്. എന്തുകൊണ്ടൊരു പ്ലെയിനകത്ത് 2 പൈലറ്റ്? ഒരു വിമാനം ആകാശത്തിൽ പറക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞ പൈലറ്റെങ്കിൽ കാഹളം കേൾക്കുമെങ്കിൽ അവൾ ഡോർ തുറന്ന്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഡോർ തുറന്ന് പോയാൽ അഗാധത്തിലേക്ക് സമുദ്രത്തിലേക്ക് വിമാനം പതിക്കും. അതുകൊണ്ട് വിമാന കമ്പനിക്കാർ 2 പൈലറ്റിനെയാക്കി ട്രെയിനകത്ത് 2 ലോക്കാക്കി, കാറിനകത്തും സ്റ്റിക്കറാക്കി. അവർക്കെല്ലാം അറിയ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇതുവരെ നമ്മൾ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞ് നാമോ രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ ഉപദ്രവം മഹോപദ്രവം 7 വർഷത്തെ ഭരണം. അത് കഴിയുമ്പോൾ 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഒരു ഭരണാധികാരി വരും. അവൻ്റെ പേരാ എതിർ ക്രിസ്തു. പഠിച്ചു കഴിഞ്ഞു. 2 അവൻ മൃഗത്തെ കൊണ്ടുവരും, അഥവാ റോബോട്ടുകൾ ലോകവ്യാപകമായി. 3 റോബോട്ടിനെ വണങ്ങാത്തവരെ കൊല്ലിക്കുവാൻ വേണ്ടി അവനൊരു പ്രത്യേക ശക്തി ലഭിക്കും. അതിൻ്റെ പേരാ ബ്ലൂ ബ്രായ്. അതും ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 4-മതായി മനുഷ്യനെ മുഴുവനും ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരും. ഇംഗ്ലീഷ് ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെൻ്റൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെൻ്റൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. മൈക്രോ ചിപ്പ് വഴി മനുഷ്യനെ മുഴുവൻ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. നോ നീഡ് ഇൻ്റർനെറ്റ്, നോ നീഡ് മൊബൈൽ. കയ്യിലൊട്ടിക്കുന്ന ഒരു പേപ്പർ കൊണ്ട് ലോകത്തിലെ മനുഷ്യനെ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെൻ്റൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അതിനാസ്പദമായി വരുന്നു മൈക്രോ ചിപ്പ്. ഇന്നലത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. എല്ലാവരും ശ്രദ്ധയോടെ. ഇന്നലെ നമ്പർ പറഞ്ഞ് നിർത്തി, ഇന്ന് മൈക്രോ ചിപ്പിലേക്ക് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. കുഞ്ഞു വായിച്ചു തുടങ്ങാം. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ വായിക്കാം മക്കളെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ
ചിന്തുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ. മനുഷ്യ ലക്കത്തിൽ അറിയപ്പെടുന്ന കാലം, തമിഴ് ബൈബിളിൽ ലക്കത്തിൽ അറിയപ്പെടുന്ന കാലം. അതിനാസ്പദമായി കൈമേലും നെറ്റിമേലും. അതായിരുന്നു കോവിഡ്. ഇവിടെ ശാലോം ചർച്ചിൽ കോവിഡ് കാലത്ത് കുറച്ച് സമയം അടച്ചു, കുറച്ച് സമയം തുറന്നു. ബഹുമാനപ്പെട്ട സജിപ്പാസ് വരുന്നവരെല്ലാം അകത്ത് കയറ്റിവിട്ടില്ല. എവിടെ ചൂട് നോക്കിയ സഹോദരി? 1 കൈമേൽ, 2 തലമേൽ. കരമുയർത്തുന്നവർക്കായി ഇൻഫ്രാറെഡ് മീറ്റർ. കയ്യിലെ ചൂട്, തലയിലെ ചൂട് നോക്കിയാൽ കടത്തിയെങ്കിൽ വരാൻ പോകുന്നത് മൈക്രോ ചിപ്പാണ്. ഇതിനാസ്പദമായി നിങ്ങളുടെ കൈ മുദ്രയിട്ടു. ആധാർ അതോടനുബന്ധിച്ച് ഈ ക്യാമറയ്ക്കകത്ത് നിങ്ങളുടെ തലയും കാണിച്ചു, നെറ്റി സ്കാൻ ചെയ്തു. ഇതെല്ലാം വരുന്ന മൈക്രോ ചിപ്പിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1ാമത്തെ തലത്തിലേക്ക് കടക്കുക. 1 ലോകം മുഴുവൻ വന്നു. ആധാർ ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഏകദേശം 880 കോടി ജനങ്ങളുള്ള ഇന്ത്യ ആധാർ വന്നപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. ഇന്നത്തെ ആധാറിന്റെ പ്രത്യേകത എന്താ? റേഷൻ ആധാർ, അത് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ആധാർ, കർഷക സബ്സിഡി ആധാർ, ഗ്യാസ് ആധാർ, എവിടെ ചെന്നാലും വഴിയാധാരമായ ആധാർ. സന്തോഷമില്ലല്ലോ? പെന്തിക്കോസുകാരുടെ ശ്രദ്ധയ്ക്കും അതുകൂടെ എന്താ സംഭവം? ഇന്ന് അപ്പച്ചൻ മരിച്ചുപോയി മനസ്സിലാകുന്നവർക്കായി. പല ആൾക്കാരും എന്താ പറയുന്നതെന്നറിയോ? മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകത്തില്ല, മരിച്ച അപ്പച്ചൻ്റെ പെൻഷൻ മേടിക്കും, അതും പോയി. ഇന്ന് പഞ്ചായത്തിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അപ്പൻ്റെ ആധാർ കൊടുക്കുമ്പോൾ എല്ലാം കട്ടായിപ്പോയി. ഇതാ ആധാർ. ആധാർ കഴിഞ്ഞിട്ട് രണ്ടാമതായി മൈക്രോ ചിപ്പ് ഇവിടെ വന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, മൈക്രോ ചിപ്പ് എവിടെ വന്നു? നിങ്ങളുടെ ATM കാർഡുകളിൽ മുഴുവൻ മൈക്രോ ചിപ്പ് വന്നു. നാനോ, സിലിക്കോൺ, DNA, മൈക്രോ. 2013. 2015 അവിടെ മൈക്രോ ചിപ്പ് വന്നു. ആനയുടെ വാലേ മൈക്രോ ചിപ്പ് വന്ന്. എല്ലാവരും കേൾക്കണം. എന്താ ആനയുടെ വാൽ? എല്ലാവരും കേട്ടാട്ട്. ഈ ദിവസങ്ങളിൽ ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. എല്ലാവരും പറഞ്ഞുതരാം എന്താ അതിൻ്റെ കാര്യം. നമ്മുടെ ഇടുക്കി പ്രശ്നം ഉണ്ടാക്കിയ ഒരു കൊമ്പനുണ്ടായിരുന്നു, അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ ഇപ്പം കോതയാറിൽ, നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തിനോട് ചേർന്ന് തിരുനെൽവേലിയോട് ചേർന്ന് പൊന്മുടിക്കപ്പുറവാ. ഇന്നാളൊരു ദിവസം അരിക്കൊമ്പൻ എന്ത് ചെയ്തെന്നറിയാമോ? വെള്ളം കുടിച്ച് വയ്ക്കുന്ന ഒരു ഫോട്ടോ മനോരമയിൽ. അരിക്കൊമ്പ് വെള്ളം കുടിക്കുന്നു. ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ അരിക്കൊമ്പ് മാനസാന്തരപ്പെട്ടപ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നല്ലെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പോൾ ഫോട്ടോ കണ്ടെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, മനോരമക്കാരൻ അരിക്കൊമ്പൻ്റെ അടുത്ത് പോയ കാര്യം ശരിയായി കിട്ടും. സ്വോത്രം. ഇത് സാറ്റലൈറ്റ് വഴി മൈക്രോ ചിപ്പ് വെച്ച അരിക്കൊമ്പൻ്റെ ഫോട്ടോ അല്ല. അരിക്കൊമ്പ് മാനസാന്തരപ്പെട്ടല്ല. ഇവിടെ ബാലരാമപുരത്ത് അനേക ക്ഷേത്രങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് പാപ്പാനുമായിട്ട് വരും, ആ കാര്യം റെഡിയാക്കും, അപ്പോഴേ തന്നെ തിണപ്പെടുകയാണ്. ഇന്ന് ആ കാലം പോയി. ഇന്ന് ആനയെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്ന് ആനയുടെ പാപ്പാൻ്റെ അടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചോദിക്കും, മൃഗ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന്. മനസ്സിലാകുന്നവർക്കായി മൃഗ ഡോക്ടർ ഓക്കെ അടിച്ചെങ്കിലേ എന്താ ആനയുടെ ശരീരത്തിൽ മതപ്പാടും നെർവസ് സിസ്റ്റവും മുഴുവൻ ദാണ്ട് ഈ ബാർകോഡ് വഴി എടുക്കുന്നവല്ല. ആനയുടെ വാലെ മൈക്രോ ചിപ്പ്. മനസ്സിലാകുന്നവർക്കായി. ആന മതിലിയാടിയോ എന്നറിയാനാണ് ഇതിനെല്ലാം മൈക്രോ ചിപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ചില രാജ്യങ്ങളിൽ നായകളുടെ വാലിലെ മൈക്രോ ചിപ്പ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ഓണർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഒരു സയൻസ് ഉണ്ട്. ഒരു ആനയുടെ തൂക്കം എത്രയാണെന്നറിയോ? ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടാട്ട്. ആനയുടെ തൂക്കം 3000 മുതൽ 3500 വരെ. അതിന് മേയ്ക്കുന്ന ആരാ? ബാലരാമപുരത്തുകാരൻ ബാലൻ ചേട്ടൻ. എത്ര കിലോ ഉണ്ട്? 55 കിലോ. ചുള്ളി വടി, ജവാന്റെ റമ്മ്, ലെഫ്റ്റ് റൈറ്റ്. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി. 3500 കിലോ ഉള്ള ആനയെ മേയ്ക്കുന്നത് ബാലരാമപുരംകാരൻ. ആരാ? ബാലൻ ചേട്ടൻ. ഇവിടെ ബാലരാമപുരം, വഴിമുക്ക്, നെയ്യാറ്റിങ്കര, പാറശാല, കളിക്കാവിള, ലെഫ്റ്റ് റൈറ്റ്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാ? സഹോദരങ്ങളെ, കൊരങ്ങ ചിമ്പാൻസിയല്ല മനുഷ്യനിൽ നിന്ന് വന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അടക്കി വാഴുക. 3500 കിലോ ഉള്ള ആനേനെ ലെഫ്റ്റ് റൈറ്റ് ഒരു ചുള്ളിവടിയും ടോർച്ചും ജവാന്റെ റമ്മുമായിട്ട് പോകുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? സ്വർഗത്തിലെ ദൈവം. അത് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം എന്താണ്ട്? എല്ലാ പാസ്പോർട്ടിലും RFID വരുന്നു. ബോംബെയിൽ നിന്ന് വരാൻ പോവാ. ഇനി ആർക്കും സമയമില്ല. അതുകൊണ്ട് RFID പ്രത്യേകത റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. അതിൻ്റെ അർത്ഥം പാസ്പോർട്ട് കാണിക്കുമ്പോൾ വഴികൾ തുറക്കുക. എത്ര രാജ്യത്ത് വിസ ഉണ്ടത്? പാസ്പോർട്ടിൽ മൈക്രോ ചിപ്പ്. 2018 ഇത് കൊണ്ടുവന്നത് ഇന്നത്തെ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി. അദ്ദേഹമാണ് പാസ്പോർട്ടുകാരോട് പറഞ്ഞ്, എനിക്ക് എല്ലാ എയർപോർട്ടിലും ക്യൂ നിൽക്കാൻ സമയമില്ല, എവിടെയെങ്കിലും പോകണം, ഇത് കാണിക്കുമ്പോൾ സ്കാൻ തെളിഞ്ഞു വരണം. 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം ഇപ്പം എന്താ? കാറിനകത്ത് ഫാസ്ടാഗ്. എല്ലാവരും കേട്ടാട്ട്. കാറിനകത്ത് ഫാസ്ടാഗ്. ഫാസ്ടാഗിൻ്റെ പ്രത്യേകത എന്താ?
ചിലർ വിചാരിക്കും അത് കോവളത്തൂടെ ബൈപ്പാസ് ടോള് കട്ട് ചെയ്യാനാണ്. എൻ്റെ മക്കളെ, അത് ടോള് കട്ട് ചെയ്യാനല്ലോ. കാറിനകത്ത് MRIയെക്കാളും മുഴുവൻ കിട്ടുന്ന ഒരു സാധനമാണ് കാറിനകത്ത് ഫാസ്റ്റാഗ്. മനസ്സിലാക്കുന്നവർക്കായി എന്താ അതിൻ്റെ പ്രത്യേകത? ഇപ്പം എല്ലാവരും കേട്ടാട്ടെ ഒരു കഥ. ഞാനും നമ്മുടെ ഷജിപാസ് തന്നെ വിളിക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പം ഞങ്ങൾ പ്രസംഗിച്ച് പുള്ളി ചർച്ച നടത്തി കുറേ കാശുണ്ട്. എൻ്റെ കയ്യിലൊരു 30 ലക്ഷമുണ്ട്, പുള്ളിയുടെ ഒരു 20 ലക്ഷമുണ്ട്. സങ്കല്പം ഞങ്ങളിവിടെ കാണും വസ്തു മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അവർ യേശുവിൻ്റെ പേര് പറഞ്ഞ് കാശൊക്കെ മേടിച്ചെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കോയമ്പത്തൂരുള്ള ഊളിയക്കാരൻ പറയും, അയ്യാ இங்கே நல்ல அருமையான പ്ലോട്ട് இருக்குது, നിങ്ങൾ വന്നാൽ നല്ല കട മറ്റും പണിതൊക്കെ പ്ലോട്ട് എടുക്കാം. ഞാൻ സജിപാസ് അടുത്ത് പറഞ്ഞു, ഇവിടെ ആരും അറിയത്തില്ല, നമുക്ക് 2 പേർക്കും വണ്ടി കയറാം. നല്ല സുന്ദരമായ പുള്ളിയുടെ മാരുതിയുടെ വണ്ടി കയറി ഞങ്ങൾ കോയമ്പത്തൂരിന് പോവുക. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഈ സീറ്റിൻ്റെ അടിയിൽ പൈസ വെച്ചിരിക്കുക. 30 എൻ്റെ ഒരു ചെറിയ കഥ, 20 പുള്ളിയുടെ സ്വോത്രം. അപ്പം ഉണ്ട് പോയപ്പോൾ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. മണ്ണുത്തി തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ AI ക്യാമറ, സന്തോഷമില്ലല്ലോ, AI ക്യാമറ, അത് പറഞ്ഞപ്പോഴും സന്തോഷമില്ല. AI ക്യാമറയിൽ ഒരു ഫാസ്റ്റാഗ് വഴി ഒരു ഒറ്റ അടി അടിച്ചപ്പോൾ ഞങ്ങളുടെ കാർ സ്കാൻ ചെയ്തപ്പോൾ ഈ GST വകുപ്പുകാർ നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് നോട്ട്. ഞങ്ങൾ മണ്ണുത്തി കഴിഞ്ഞ് പാലക്കാട് ആലത്തൂർ ആവാറായപ്പോൾ GSTക്കാരുടെ വണ്ടി ഞങ്ങളെ കൊണ്ട് ക്രോസ് ചെയ്ത് വണ്ടി ഒതുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, വണ്ടിയിൽ പണമുണ്ടോയെന്ന്. നമ്മൾ പറഞ്ഞു, സാർ പണമുണ്ട്. ഞാൻ പറഞ്ഞു 30 ഉണ്ട്. സജിപാസ് പറഞ്ഞ് 20 ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എവിടെ പോവാ? കോയമ്പത്തൂർ പോവാ. ഈ പണം എവിടുന്ന? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചങ്ക് കയറി പ്രസംഗിച്ച കാശാന്ന്. സന്തോഷമില്ലല്ലോ. സജിപാസ് പറഞ്ഞ് പാട്ടാക്കട 5 സെൻറ്റ് ഉണ്ട്, അതും വിറ്റ് കോയമ്പത്തൂരോട്ട് കയറാമെന്ന് വിചാരിച്ചാൽ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പണം കോടതിയിൽ കെട്ടിവെക്കാം, നിങ്ങൾ കേസിൽ തൽക്കാലം വിട്ടയക്കാം, പക്ഷെ കോടതിയിൽ ഇതിൻ്റെ രേഖ കാണിക്കണം. അപ്പോൾ സാറേ ഞങ്ങൾ ചോദിച്ചു, വല്ല കാര്യമുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞ് 2 ലക്ഷം രൂപ കൂടുതൽ കയ്യിൽ വെക്കാൻ നിയമമില്ല, നിങ്ങൾ ബാങ്കിൽ വഴി ട്രാൻസാക്ഷൻ നടക്കണം. അങ്ങോട്ട് പോയത് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, തിരിച്ചു വന്നത് കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. ബാക്കി കൂടെ കേട്ടാട്ടെ. തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. മനസ്സിലാകുന്നവർക്കായി കൊടകര കുഴൽപ്പണ കേസ് മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ബാക്കി കൂടെ പറഞ്ഞുതരാം, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഭയങ്കരമായ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന അവർ ഉടനെ പിണറായി സാർ പറഞ്ഞു, കൊടകര വേണോ ആര്യ വേണോ? ഹല്ലേലൂയ, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അല്ലെന്നേ അന്നേ ഇവർ ഇവിടുന്ന് രാജിവെച്ച് എന്തെല്ലാം വിഷയമുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവരും മാറി, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാരോട് പ്രത്യേകിച്ച് പറയുക, വണ്ടിക്കകത്ത് 2 ലക്ഷം ഒന്നും കൊണ്ടുപോകരുത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുക്കുക. ആവശ്യമില്ലാതെ പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കണക്കാവും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അപ്പം നിങ്ങൾക്ക് സംശയം ഇതൊക്കെ പിടിക്കുമെന്ന്. അതിനാ AI ക്യാമറ. ബാലരാമപുരത്ത് പെങ്കൊച്ചും ചെറുക്കനൂടെ പോവുക. ഇന്നാൾ സംഭവം നടന്ന കാട്ടാക്കട, സജി സത്യൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കാട്ടാക്കടയ്ക്ക് അടുത്ത് കള്ളിക്കാടുള്ളൊരു പയ്യൻ കല്യാണം കഴിച്ച്, എല്ലാവരും കേൾക്കണം, ഒരു കഥ പറഞ്ഞുതരാം. അപ്പോൾ കല്യാണം കഴിച്ച് നല്ല പയ്യനായിരുന്നു. അവരൊരു ബുള്ളറ്റും കിട്ടി, വിഴിഞ്ഞത്തുനിന്നാണ് കല്യാണം കഴിച്ചത്. സ്വോത്രം. അവൻ കാട്ടാക്കട വഴി കള്ളിക്കാട് പോയപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് അവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ പരിചയമുള്ളൊരു പെങ്കൊച്ച് വയ്ക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ള പയ്യൻ, കുറ്റം പറയരുത്. അപ്പോൾ അവൻ പെങ്കൊച്ചിനോട് ചോദിച്ചു, എവിടെ പോവാ? അപ്പം പറഞ്ഞ്, എനിക്ക് സിറ്റി വരെ പോകാനാണ്. അപ്പോൾ പുറകെ കയറിക്കോളാൻ പറഞ്ഞു. അവൻ്റെ ഹെൽമറ്റും ഉണ്ട്, അവിടെ ഹെൽമറ്റും ഇല്ല. മനസ്സിലാകുന്നവർക്കായി എവിടാ മനസ്സിലാക്കി തരാം. തിരുമല വന്നപ്പോൾ ഈ മുടിഞ്ഞ AI ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. സന്തോഷമില്ലല്ലോ. ഒറ്റയടി കീ എവരറിഞ്ഞില്ല. തിരുമല കഴിഞ്ഞ് സിറ്റി കയറിയപ്പോൾ ഭാര്യ കള്ളിക്കാടിന്ന് ഫോൺ വിളിക്കുന്നു, ചേട്ടൻ എന്നെ വീട്ടിലാക്കിയിട്ട് ആരെയാ ബൈക്ക് കയറ്റി കൊണ്ടുവന്നതെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. RC ബുക്ക് ആരുടെ പേരിലായിരുന്നു? ഭാര്യയുടെ പേരിലായിരുന്നു സംഭവം. അതിനകത്ത് ചട്ടിത്തൊപ്പി ഇല്ലാത്ത പെങ്കൊച്ചിൻ്റെ പടം വന്ന് 4 മിനിറ്റ്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുപോലെ വണ്ടി സ്കാൻ ചെയ്യുമെന്ന്. അപ്പോൾ സഹോദരന്മാർക്കൊരു സന്തോഷമില്ല. ചേട്ടാ, എപ്പോഴെങ്കിലും ബൈക്കിൽ കറങ്ങാൻ പോകുമ്പോൾ ഒരു സ്പെയർ പോയിട്ട് ഹെൽമറ്റ് വെച്ചേക്കണം. സന്തോഷമില്ലല്ലോ. 450 രൂപയുടെ കേസേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ. ആരെയും കയറ്റി കറങ്ങാം. പെങ്കൊച്ചുങ്ങളും അത്ര മോശമല്ല, മനസ്സിലാകുന്നവർക്കായി. ചേട്ടനില്ലാത്തപ്പം കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പം. അതുകൊണ്ട് ഹോണ്ടയുടെ അടിയിൽ ഒരു ഹെൽമറ്റ് വെച്ചാൽ നല്ലത്. ഇല്ലേ ചേട്ടൻ്റെ മൊബൈലിൽ പടം വരും. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമല്ലോ. അതിൻ്റെ പേരാ AI ക്യാമറ. 1 ക്യാമറ, 2 വെള്ളയമ്പലം കൽട്രോൺ, 3 മോട്ടോർ വാഹന വകുപ്പ്, 4 ഫോണിനകത്ത് പടം. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അതുപോലെ വണ്ടിക്കകത്ത് നോട്ട് വെച്ചാൽ അത് കഴിഞ്ഞ് 5ാമത് വന്നു QR കോഡ്. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ഏതിന് QR കോഡ് സ്കാൻ ചെയ്യുക. ആസ്പദമായി വരുന്നത് ഏത് കാര്യത്തിനും 666 QR കോഡ്. നിർണായകമായൊരു സംഭവം. പോലീസുകാർ പോലും എല്ലാം ലോകവ്യാപകമായി. ദാണ്ടേ
ഇതാ QR കോഡ്, ബാർകോഡ്, സോപ്പിനകത്ത്, ചീപ്പിനകത്ത്, എല്ലാത്തിനകത്തും ഇന്ന് രാത്രി ഒരു പേനയുടെ വില ഞാൻ അറിയണ്ട, മരുന്നിൻ്റെ വില അറിയണ്ട, ഈവൻ സപ്ലൈകോയിൽ പോലും പോകുന്ന ചേച്ചിമാർ മാവേലി സ്റ്റോറിൽ പണ്ടാന്നേ അവർ കണക്ക് കൂട്ടും, അതൊക്കെ പോയി ഒറ്റയടി ബാർകോഡ് വഴി വില തരും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിലെല്ലാം മനുഷ്യൻ്റെ കൈമുദ്രയിട്ടു. എന്തിനാ കൈമുദ്രയിടുന്നത്? വരുന്നു മൈക്രോ ചിപ്പ്. ഒരിക്കൽ കൂടി ഇയ്യോബ് 37:7 പോകാം എലോൺ മസ്കിലേക്ക്. വായിക്കാം ഇയ്യോബ് 37:7. മനുഷ്യന്റെ കൈമുദ്രയിടോ. വേഗത്തിൽ വായിച്ചിട്ടുമുള്ള താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. 2 വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സിരിക്കുന്ന അപ്പച്ചന്റെ വരെ കൈമുദ്രയിട്ടു. ഇതിന്റെ ഇംഗ്ലീഷാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. കൈമുദ്രയിടുന്നു. മനുഷ്യൻ എവിടെ നിന്ന് ലൊക്കേഷൻ അറിയാൻ പോകുന്ന എലോൺ മസ്കിലേക്ക്. ഇയ്യോബ് പറയുമ്പോൾ എല്ലാ മക്കളും കേൾക്കണം, മരണാനന്തര ജീവിതമുണ്ടോ? ശ്രദ്ധയോടെ ഇരിക്കണം. മനസാക്ഷി യുഗത്തിൽ നല്ലൊരു ദൈവദാസനായിരുന്നു ഇയ്യോബ്. ഊസ് ദേശത്ത് പാർത്തു. ചേച്ചിമാരും ചേട്ടന്മാരും കേട്ടാട്ടെ, ആടുമാടുകൾ 10 മക്കളെല്ലാം പോയി. അവസാനം ഇയ്യോബ് എവിടം വരെ? ഒരു പരിപാടിയായി. സ്വോത്രം. സാത്താൻ ഉയരത്തിലേക്ക് ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചത്, വിഴിഞ്ഞ ടെർമിനൽ വന്നോ, VD സതീശൻ സാർ വന്നോ, മോഡി സാർ മാറിയോ എന്നല്ല ചോദിച്ചത്, എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവച്ചോ. കരമുയർത്തുന്നവർക്കായി അമ്മച്ചി ഇന്ന് രാത്രി സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ ലോകം മുഴുവൻ അറിയും. അച്ചായ തുള്ളിച്ചാടുന്ന ചെറുപ്പക്കാർ ലോകം മുഴുവൻ അറിയും. സഭയുടെ പ്രസിഡന്റിന് ലോകം മുഴുവൻ അറിയും. എന്നാൽ ഇന്ന് രാത്രി പായ്ക്കകത്ത് മുട്ടുമടക്കി കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാ സിസ്റ്റർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. രാവിലും പകലിലും ധ്യാനിക്കണം. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റും അല്ലായിരുന്നു, ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു. സാത്താൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചത്, അനുഗ്രഹിക്കപ്പെട്ട ഇയ്യോബ് എന്താ? ആദ്യം അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചു. അവസാനം എന്താ? ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ചു. ഇയ്യോബിനെ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഭാര്യമാർ കൊണ്ടു ചെല്ലുന്ന പോലെ കളിയിൽ കടത്തി. ഇയ്യോബിന് എന്തോ കൊടുത്തു? നമ്മുടെ കട്ടൻ ചായ, ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും. സന്തോഷമില്ലല്ലോ. ഇയ്യോബിൻ്റെ 2 സഹപടന്മാരുണ്ടായത്, എലീഫസും ബിന്ദാദും. അവർക്ക് നല്ല അല്പകാമം കുഴിമന്തി. അവർ ആമ്പിളിപ്പയർ വിറ്റ് കാശും മേടിച്ചു. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, അച്ചായ കർത്താവ് ഒന്നും വരത്തില്ല, നിങ്ങൾ ഈ പരിപാടി നിർത്ത്. ഇയ്യോബ് പറഞ്ഞ എന്താണെന്നറിയാവോ? അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ബൈബിൾ തീർന്നില്ല അമ്മയെ. വീണ്ടും അവൻ പറഞ്ഞു, മരണ വീട്ടിലെല്ലാം ദൈവദാസന്മാർ പറയും, ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അപ്പോൾ മരണാനന്തര ജീവിതമുണ്ടോ? എല്ലാ കോസുകാരും കേൾക്കണം, എല്ലാ CSIക്കാരും കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രസംഗ. ബെഥാനിയയിൽ ഒരു നല്ല വീടുണ്ടായിരുന്നു. അതിൻ്റെ ഭവനമാ ലാസറിൻ്റെ ഭവനം. അവിടെ 3 പേരുണ്ടായിരുന്നു. 1 മാർത്ത ചേച്ചി കട്ടൻ ചായ ഇടും. 2 മറിയ ചേച്ചി കുഞ്ഞുങ്ങൾ എഴുതുന്നതിൽ നോട്ട് എഴുതും. ലാസർ പോസ്റ്റ് ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവിടെയായിരുന്നു യേശു ബൈബിൾ കോളേജ് നടത്തിയത്. കോവിഡിന് മുമ്പിട്ട് യേശു എല്ലാവർക്കും ഗ്രാജുവേഷൻ കൊടുത്ത് ബൈബിൾ കോളേജ് പൂട്ടി. നാടൻ മലയാളം. ഒരു ചെറിയ കഥ. ലാസറിൻ്റെ ഷുഗർ കാല് മുറിച്ചു. 2ാമതായി ഹാർട്ടിന് പമ്പിങ് റേറ്റ് ഒരു സ്റ്റണ്ട് ഇട്ടു. 3 ഇപ്പോൾ ക്യാൻസറുമായി. ലാസറിൻ്റെ മുടിയെല്ലാം പൊടിഞ്ഞു, വല്ലാത്ത ഇതായി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞെന്തോ, യേശു ഇവിടെ വന്ന് കട്ടൻ ചീനി തിന്ന്, പൂവാറിൽ അയിലയൊക്കെ തിന്ന് ഇപ്പം വാട്സപ്പ് അടിച്ചിട്ടും വരുന്നില്ല. സ്വോത്രം. ലാസറിന് എന്താ ഇടയ്ക്കിടയ്ക്ക് മയങ്ങുന്ന മരുന്നെല്ലാം കൊടുത്ത് മോർഫിൻ. 6 മണിക്കൂർ കഴിയുമ്പോൾ ലാസർ ഞെട്ടി ഉണരും. സഹോദരിമാരുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്, കിള്ളിന്ന് കുഞ്ഞപ്പൻ ചേട്ടൻ വന്നു എന്നല്ല, യേശു വന്നു എന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക്. സഹോദരിമാർ പറഞ്ഞു, ബ്രദർ മോനെ വരും. പക്ഷേ യേശു വന്നില്ല, ലാസർ മരിച്ചു. മരണാനന്തര ജീവിതം. എല്ലാവരും കേട്ടാട്ടെ. ലാസർ മരിച്ചതിന് ശേഷം എവിടെ കൊണ്ടുപോയി? ലാസറിനെ എല്ലാവരും കൂടെ സെമിത്തേരി കൊണ്ടുപോയി അടക്കി. മനസ്സിലാകുന്നവർക്ക്. ലാസറിനെ സെമിത്തേരി കൊണ്ട് അടക്കിയിട്ട് എന്താ ചെയ്ത്? ഉറുമാലെല്ലാം ചുറ്റി നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് യേശു വന്നില്ല. 1-ാം ദിവസം യേശു വന്നില്ല. എല്ലാവരും കേട്ടാട്ട്. 24 മണിക്കൂർ. 2-ാം ദിവസം 48 മണിക്കൂർ. 3 72 മണിക്കൂർ യേശു വന്നില്ല. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. യഹൂദൻ്റെ വിശ്വാസം കല്ലറയ്ക്ക് ചുറ്റും 3 ദിവസം ആത്മാവ് കറങ്ങുമെന്ന്. യേശു എങ്ങാനും വരണം, ലാസറിനെ കയറ്റണം. എന്താ വിളിക്കാൻ പരീക്ഷന്മാർ പറയുന്നതാണ്ട് ആത്മാവ് കയറ്റിയത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. അപ്പം യഹൂദൻ്റെ ആചാരം എന്തോ 3 ദിവസം കല്ലറയുടെ ചുറ്റും ആത്മാവ് കറങ്ങുമെന്ന്. അയ്യോ, ബാലരാമപുരത്തെ ലാലിമോള് പപ്പ മരിച്ചിട്ട് 5 കൊല്ലം ഇതുവരെയും കല്ലറയുടെ അതിലെ കൂടെ പോകത്തില്ല. സന്തോഷമില്ലല്ലോ. പപ്പ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാകുന്നവർക്കായി. ഒരു നാടൻ കഥ. ചില വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? കേട്ടോ. ചില വീട്ടിൽ പപ്പ മരിക്കും. രാവിലെ ദൈവദാസൻ ചെയ്ത് കല്യാണത്തിന് പ്രാർത്ഥിക്കുമ്പോൾ മമ്മി മോളുമായിട്ട് പടി ഇറങ്ങും. വട്ടയ്ക്കകത്തിരുന്ന് തത്ത പാടും. ഉടനെ മമ്മി പറയുന്നത്, അയ്യോ കൊച്ചോടെ കല്യാണം കാണാൻ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം തത്തയുടെ രൂപത്തിൽ ഒന്ന് പാട്ട് പാടുവാന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. 2
രണ്ടാമത്തെ കാര്യം ഈ അനാചാരങ്ങൾ കേട്ടോണം. രണ്ടാമത്തെ കാര്യം, കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സംഭവം. അവിടെ ഒരു TPM അപ്പച്ചൻ വാളകത്ത് ഒരു പെങ്കൊച്ചിനെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പനും അമ്മയും എല്ലാം ഉണ്ട്, പായി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും പെങ്കൊച്ച് കൈ കൊടുത്ത് ചിലർ അനുഗ്രഹിച്ചു. ആ സമയത്ത് ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് കണക്ക് പെങ്കൊച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ കുഞ്ഞിൻ്റെ മമ്മി പറയും, യോ കൊച്ചുമോടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹം, ഇപ്പം ദേഹത്ത് കയറിയിരിക്കുന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി TPM അപ്പച്ചൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളമിട്, LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ തലേ കൈവച്ച് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് പെങ്കൊച്ച് ദിം തരി കിടന്നതും താ കിടക്കുന്നു. സ്വോത്രം. വെള്ളം കൊടുത്തപ്പോൾ എഴുന്നേറ്റ് എല്ലാവരും ചോദിച്ച് വല്യമ്മച്ചിയാണെന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വല്യമ്മച്ചി എന്നേ പോയി, വല്യമ്മച്ചിയുടെ കറങ്ങി കയറിയ പിശാച് അവിടെ ഉള്ളത് കയറിയ. സ്വോത്രം. അതുകൊണ്ട് മാവ് കരഞ്ഞാലും പാവ് കരഞ്ഞാലും ഒന്നുമില്ല, പോയൊരു 2 വഴി. അങ്ങനെയെങ്കിൽ എവിടാ? രണ്ടാമത് മെഡിക്കൽ സയൻസ്. മരിച്ചവർ ഉയർക്കുമോ? 1-ാം ദിവസം 24 രക്തം കട്ട പിടിക്കും. 2 നീര് വെക്കും. 3 അസ്ഥികൾ വിട്ടുമാറും ശരീരത്തിൽ നിന്ന്. 4 നാറ്റം വെക്കും. മരണാനന്തര ജീവിതം. യേശു എവിടെ വന്നു? ലാസറിന്റെ വീട്ടിൽ വന്നു. സഹോദരിമാർ പറഞ്ഞു, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ അനവധി പ്രാവശ്യം. അപ്പോൾ അവരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മരണാനന്തര ജീവിതം, മരണാനന്തര ജീവിതം. ബൈബിൾ എടുത്തോണം കുഞ്ഞ്, വായിക്കണ്ട. യോഹന്നാൻ 11:43 വീട്ടിൽ ചെന്ന് വായിക്കണം. യേശു ലാസറിന്റെ കല്ലറയിൽ വന്ന് ചെറിയ വിളിവല്ല വിളിച്ചത്, ലാസറേ ലാസറേ പുറത്തു വരിക. പടപടാവൻ പുറത്തു വന്നു. ഉടനെ 108 ആംബുലൻസ് എടുത്തു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നിംസ് മെഡിസിറ്റി കൊണ്ടുപോയോ അല്ലെങ്കിൽ RCC കൊണ്ടുപോയോ? എങ്ങും കൊണ്ടുപോയില്ല. ബൈബിൾ കൂടെ യോഹന്നാൻ 12:2 ഒരു പന്തി ഉണ്ടായിരുന്നു. അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ ലാസറും യേശുവിനോട് കൂടെ പന്തിയിരുന്നു. ബൈബിൾ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കാഹളനാദത്തെങ്കിൽ ശരീരം രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേക്കും. കണ്ടോ? അപ്പൊ ലാസറിന്റെ മുടി പോയ പാടുണ്ടോ? ആശുപത്രി കൊണ്ടുപോയ പാടുണ്ടോ? സഹോദര സഹോദരി, ഇതാ ഞങ്ങളുടെ ബൈബിൾ. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, നമുക്ക് രൂപാന്തരം വരും. ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? നാളെ ഇവിടെ യോഗമില്ല, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല. മരണാനന്തര ജീവിതം. അങ്ങനെയെങ്കിൽ അതാ ഭക്തൻ പറഞ്ഞ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇനി പഠിക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ സയൻസിലേക്കാണ് പോകുന്നത്. 7 കാര്യങ്ങൾ പറയുമ്പോൾ ഇടവേളയിലേക്ക്. ഇന്ന് രാത്രി 2016, എല്ലാവരും കേൾക്കണം. 2016 അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ പേര് ഇലോൺ മസ്ക്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സകല മനുഷ്യരെയും ഒരു കമ്പ്യൂട്ടറിനകത്ത് ഞാൻ കൊണ്ടുവരാം. അതിനാസ്പദമായി അദ്ദേഹം വെച്ച പരിപാടിയാണ് ന്യൂറോ ലിങ്ക് ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സജി സത്യൻ ബ്രദർ പോലും എടുക്കുന്ന സ്റ്റാർ ലിങ്ക്. അവൻ്റെ ഇന്നത്തെ എലോൺ മസ്കിൻ്റെ കയ്യിലായി. ജിയോ ഓപ്റ്റിക്കൽ സിസ്റ്റവും അവൻ കൊണ്ടുപോയി, എയർടെല്ലും കൊണ്ടുപോയി, അതിവേഗ ഇൻ്റർനെറ്റ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദാണ്ട് നമ്മളോട് പറയാം, ഈ മൈക്രോ ചിപ്പ് നിങ്ങളോട് പറയാമല്ലോ. ഇന്ന് രാത്രിയും ഈ കാണുന്ന മൈക്രോ ചിപ്പ് ഇതെവിടെ കയറ്റാം? മനുഷ്യൻ്റെ കൈകളിൽ കയറ്റാം. മനസ്സിലാകുന്നവർക്കായി അതിനാസ്പദമായി മൈക്രോ നാനോ സിലിക്കോൺ നീഡിൽ. അതിന് ജോൺസൺ ആൻഡ് ജോൺസൺ, എല്ലാവരും കേട്ടാട്ട്. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി പറയുന്നു, കോവിഡ് വാക്സിന് ശേഷം ഒരു ബാൻഡേഡ് ഒട്ടിച്ച് അതിനകത്ത് ഒരു ബാറ്ററിയും കൊടുത്താൽ മനുഷ്യനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് പഠിക്കുന്ന മക്കൾ മൈക്രോ നീഡിൽ പാച്ച്. മൊട്ടറോള ആൾറെഡി പറയുന്നു അങ്ങനെ ഞങ്ങൾ വെച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ തലച്ചോറിനെ ഊറ്റിയെടുക്കാം. മനസ്സിലാകുന്നവർക്കായി. ഇനി മൊബൈൽ വേണ്ട, ഇത് ടവർ വഴി നമ്മുടെ ലൊക്കേഷനും നമ്മുടെ ചിന്തയും ഊറ്റിയെടുക്കുക. അതിൻ്റെ പേര് ഇയർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. അതിൻ്റെതാ എലോൺ മസ്ക് കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും നിർണായക സംഭവം. ഉടനെ ബൈബിളിൽ നിന്ന് നിങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കും. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ പറ്റി ഇതാണ്ട് ഉടനെ കുഞ്ഞു വായിച്ചു തരും. ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ പറ്റി ഇതാണ്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. ഇതാ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് 3 ഘടകം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സെറിബ്രം, സെറിബ്രല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. 1 മിനിറ്റിൽ ഒരു തലയിൽ കൂടി 40 ചിന്തയാണ് പോകുന്നത്. 1 മണിക്കൂറിൽ 2400 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ കൂടെ പോകുന്നത്. മനസ്സിലാകുന്നവർക്ക് അതാ നെർവസ് സിസ്റ്റം. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ ചിന്ത എവിടെ ചെല്ലും? കാനഡ വരെ പോയിട്ട് വരാം. അതാ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം. ആ കുഞ്ഞിനെ നോക്കിയ കുഞ്ഞമ്മാമ്മ പറയുന്നത് നിന്റെ തലേ കളിമണ്ണാന്ന്. സന്തോഷമില്ലല്ലോ, കുഞ്ഞിനെ പഠിപ്പിക്കത്തുമില്ല, ആവശ്യമില്ല പഠിപ്പിച്ചിട്ട് കുഞ്ഞിൻ്റെ തലേ കളിമണ്ണാന്ന്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് വെച്ചാൽ
7 കാര്യം നടക്കും. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പിനകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റൂ. കുഞ്ഞുങ്ങൾ കേൾക്കണം. പണ്ട് ഇവിടുത്തെ നമ്മുടെ ഷിബു സൗണ്ട്സ് നല്ല കുഞ്ഞുങ്ങൾ അവരിവിടെ ഷാലോമിൽ കൺവെൻഷന് വന്നു. അന്നത്തെ കാലത്ത് CD ആയിരുന്നു, സജിപ്പാസായിരുന്നു ഉള്ളത്. 5:30 പാട്ടിട്ട സൗകര്യം പറഞ്ഞ് ആ ഇച്ചിരി ഡീസൽ മേടിക്കാൻ പോവുക. 4-ാമൂരത്ത് அவங்க വഴിമുക്കിലും കണ്ട് പമ്പുള്ളു അങ്ങോട്ട് പോവാന്ന്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ CD കട്ടായി, പാട്ടും പോയി. സംഘാടകരും നാട്ടുകാരും വിളിച്ചു ചോദിച്ചു, പക്ഷേ കൺവെൻഷനിൽ റെക്കോർഡൊന്നും കേൾക്കുന്നില്ല എന്ന്. സ്വോത്രം. പുള്ളിക്കാരനോട്ട് CD-യുടെ പരിപാടി അറിയത്തില്ല. അതായിരുന്നു പഴയ കാലം. ഇന്ന് നമ്മുടെ ഷിബു സൗണ്ട്സ് ഇവിടെ മൈക്ക് വെക്കാൻ വന്നു. തൻ്റെ ശോശാമാമ ബ്ലൗസേ കുത്തുന്ന പോലൊരു സാധനമുണ്ട്, പെൻ ഡ്രൈവ്. സന്തോഷമില്ലല്ലോ, ഒറ്റ കുത്ത്. എവിടെയൊക്കെ പോയിട്ട് കളിക്കാവളെ എവിടെ പോയിട്ട് വന്നാലും വളരെ ക്ലിയർ ആയിരിക്കും. സ്വോത്രം. പെൻ ഡ്രൈവിൻ്റെ കാര്യം പറയണ്ട, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നില്ല. 2-2.5 വർഷം മുമ്പ് കോവിഡിന് ശേഷം ഞാനൊരു ദിവസം ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ മമ്മി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ് പഠിപ്പിക്കുന്ന എല്ലാം ഇവള് മൊബൈലിനകത്ത്, സാറ് പഠിപ്പിക്കുന്ന മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ഈ പെൻ ഡ്രൈവ് വെച്ച് ഫിസിക്സ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ആഴ്ച 2 ദിവസം ഞാൻ ക്ലാസ് എടുക്കത്തുള്ളൂ. പിന്നെ എന്തോ ഇത്ര എനിക്കും അറിയത്തില്ല. പെൺപിള്ളേരിലെ വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ മാഷ് പഠിപ്പിക്കുന്ന ടീച്ചറും ബയോളജി ടീച്ചറോട് ഞാൻ പറഞ്ഞു, സാറേ ഈ പെൺകൊച്ചിൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം, ഇവൾ മൊബൈലിൽ കേട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി രാത്രി ഇത് കമ്പ്യൂട്ടറിനകത്ത് നോട്ട് എടുക്കുന്നത്. അവർ പറഞ്ഞു, സാറ് വിഷമിക്കേണ്ട, ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന്. മനസ്സിലാകുന്നവർക്കായി. ഒരു ദിവസം വന്നപ്പോൾ ബാഗ് മാത്രമേ ട്യൂഷൻ സെൻറ്ററിൽ വെക്കത്തുള്ളൂ, നോട്ടുമായിട്ട് അകത്തോട്ട് കയറുന്നത്. ആ 2 ടീച്ചർമാർ ബാഗ് നോക്കിയപ്പോൾ നല്ല 2 പെൻ ഡ്രൈവ്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവർ നേരെ ഓഫീസിൽ കൊണ്ടുവന്ന് കുത്തിയപ്പോൾ ഫിസിക്സിൻ്റെ ഐസക് ന്യൂട്ടൺ അല്ല, നിറക്കൂട്ട് യാത്രയും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സിനിമ. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അതിന് ആ മമ്മി പാസ്റ്റോട് പറയുന്നത്, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾ രാത്രി ഉറക്കം കഴിഞ്ഞിരുന്ന് പഠിക്കുകയെന്ന്. അവൾ ഉറക്കമല്ല, മമ്മൂട്ടിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ലാപ്ടോപ്പിനകത്ത്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് മമ്മിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പെൺപിള്ളേർ പെൻ ഡ്രൈവ് കുത്തുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം. ട്യൂട്ടോറിയെ പഠിപ്പിച്ചതല്ല, വല്ലവരും കൊണ്ട് കൊടുക്കുന്ന നല്ല സിനിമയും കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ ഒരു പെൻ ഡ്രൈവിനകത്ത് ഒരു ഫിലമെൻറ്റിനകത്ത് 400 പാട്ട് വരെ കയറുമെങ്കിൽ ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സകല കാര്യങ്ങളും സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. അതിൻ്റെ പേര് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. വായിക്കാം വെളിപ്പാട് പുസ്തകം 13:10. ഇതാണ് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. വെളിപ്പാട് പുസ്തകം 13:10 വായിക്കാം മോളെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ എല്ലാവരും ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അടിമയാവും. ഇതില്ലാതെ കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ, അടിമയായി. അടുത്ത വാക്ക് വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. മതി. ഇവിടെ വായിച്ച മോളെ. അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് വെച്ചാൽ ഇതാണ് പ്രസംഗം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഒന്ന്, ഈ മൈക്രോ ചിപ്പ് വെച്ചാൽ എലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അൽഷിമേഴ്സ്, ഈ സ്ട്രോക്ക്, ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരുടെ കയ്യിൽ ഇത് കൊടുത്താൽ, ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ കിട്ടുന്ന, ഏത് മരുന്നെടുക്കാൻ പറ്റുമെന്ന്. അതാ അവസാന കാലം. ദാണ്ട് എല്ലാവരും കാണണം. ദാണ്ട് ലോകം ടെലിപ്പതിയിലേക്ക്. ഇത് മലയാള മനോരമയാണ്. ഞാൻ പറഞ്ഞാൽ ആരും വിമർശിക്കരുത്, കൊണ്ടാണ് മലയാള മനോരമ. 2, എലോൺ മസ്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കൈ ദാണ്ട് മസ്തിഷ്കത്തിൽ തലേ മൈക്രോ ചിപ്പ് വെച്ചു. ചെറുപ്പക്കാരൻ്റെ മസ്തിഷ്കത്തിൽ മൈക്രോ ചിപ്പ് വെച്ചു. 8 വർഷമായിട്ട് പാരാലൈസായിട്ട് വീട്ടിൽ കിടന്നവന് മരുന്ന് ഏതെന്ന് തലച്ചോറ് പറഞ്ഞു കൊടുത്തു. ഇവനെ എന്ത് മെഡിസിൻ ചെയ്യാമെന്ന്. 3-ാമത്തെ കാര്യം ദാ കിടക്കുന്നു. ആ ചെറുപ്പക്കാരൻ, ഞാൻ കൊണ്ടുവന്ന പേപ്പറില്ല, മലയാള മനോരമ. അതുകൊണ്ട് സജി ബ്രദർ കാണിക്കണം. മലയാള മനോരമ. അവൻ എഴുന്നേറ്റ് 8 മണിക്കൂർ ചെസ് കളിച്ചു. മൈക്രോ ചിപ്പ് വെച്ചവന് കമ്പ്യൂട്ടർ വഴി ടെലിമെഡിസിൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പം മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കുമോ? ഇതാണ് ഞങ്ങളുടെ ബൈബിൾ. എലോൺ മസ്ക് ഇല്ല, ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ ഇല്ല, ഒരു ഇന്റർനാഷണലും ഇല്ലാത്ത കാലത്ത് ബൈബിളിനകത്ത് എഴുതി മനുഷ്യനിൽ മൈക്രോ ചിപ്പ്. ഗൾഫിനകത്ത് അറബി മൈക്രോ ചിപ്പ് വെച്ചു. അടുത്തത് നിങ്ങളെ കാണിക്കാൻ ആര് മൈക്രോ ചിപ്പ് വെച്ചു? ഇതാണ്ട് എല്ലാവരും കാണണം. പണ്ട് ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ബരാക് ഒബാമ ബ്ലാക്ക് ഹൗസിനകത്ത്, വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ, അമേരിക്കക്കാരൻ, അവനും മൈക്രോ ചിപ്പ് വെച്ചു. സ്പെയിനിൽ വെക്കുന്നു, സിംഗപ്പൂരിൽ വെക്കുന്നു. മൈക്രോ ചിപ്പ് വഴി ബാങ്കിന്റെ ആ ട്രാൻസാക്ഷൻ നടക്കാം. OTP വേണ്ടതെല്ലാം വെക്കുന്നു. അങ്ങനെ എങ്കിൽ എലോൺ മസ്ക് ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ മൈക്രോ ചിപ്പ് കൊടുത്തിട്ട് ദാണ്ട് മലയാള മനോരമ, മസ്തിഷ്കത്തിനകത്ത് മൈക്രോ ചിപ്പ്. ലോകത്തിൽ ടെലിമെഡിസിൻ വരാൻ പോകുന്നു, അന്ത്യകാലം. അങ്ങനെയെങ്കിൽ തലയിൽ ചിപ്പ് വെക്കുമോ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇതാ ഞങ്ങളുടെ ബൈബിൾ.
വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എലോൺ മസ്കില്ല, മൈക്രോ ചിപ്പില്ല, ഫൈബറില്ല, മോഡമില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു വരാൻ പോകുന്നു കൈമേലും നെറ്റിമേലും മുദ്ര. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ശാലോമിനോട് പ്രസംഗിക്കുന്നവന്മാർ, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നമ്പർ 1, 6 കാര്യങ്ങൾ ഇപ്പൊ കേട്ടോണം. രണ്ടാമത്തെ കാര്യം, മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ, ബ്ലഡ് കൗണ്ട് കുറയുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ പല അസുഖങ്ങളും സഹോദരന്മാർക്ക് ബ്ലഡ് കൗണ്ട് കുറയുമ്പോഴാണ് നമുക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വർഷങ്ങൾക്ക് മുമ്പേ കാണും. ഹാർട്ട് അറ്റാക്ക് ചില സമയത്ത് നെഞ്ചുവേദന വരും. ശോശാമ്മ അച്ഛനോട് പറയും ഇഞ്ചി വെള്ളം തരാമെന്ന്. സന്തോഷമില്ലല്ലോ, നിമിഷാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇഞ്ചി വെള്ളമല്ല, ECG എടുക്കണ്ട. മനസ്സിലാകുന്നവർക്ക് ഇത് എയർലി ഡിറ്റക്ട് ചെയ്യാൻ ഒരു മൈക്രോ ചിപ്പ് ഉണ്ടെങ്കിൽ ക്യാൻസറിനെ 15 വർഷം മുമ്പേ അറിയാൻ പറ്റുമെന്ന് അണുക്കൾ. ഹാർട്ട് അറ്റാക്ക് വരുന്ന 5 കൊല്ലം അറിയാമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് അതിനൊരു പേരിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതണം, +2 എഴുതിക്കോ, ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. ഇത് വെച്ചാൽ 15 വർഷം കൂടെ ആയുസ് നീട് കിട്ടുമെന്ന്. അപ്പം നിങ്ങൾ വെക്കോ ഞങ്ങൾ വെക്കോ? സന്തോഷമില്ലല്ലോ. രാത്രി ഞങ്ങളെപ്പോലുള്ള പ്രസംഗിക്കുന്ന ഉപദേശിമാർ എവിടെങ്കിലും ഒരു മൈക്രോ ചിപ്പ് വെക്കോ? സന്തോഷമില്ലല്ലോ. 15 വർഷം കൂടെ പ്രസംഗിച്ചാൽ കവർ കിട്ടും. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അതാണ് ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം കേട്ടോണം. ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ, വലിയ കമ്പനികൾ തിരുവനന്തപുരം. അവിടുത്തെ ഇവരുടെ ശമ്പളം എത്രയാണെന്നറിയാമോ? 7 ലക്ഷം, 8 ലക്ഷം, ചില മാനേജർമാർ 30 ലക്ഷം. എല്ലാവരും കേട്ടോണം. എന്താ അതിൻ്റെ പ്രത്യേകത? കമ്പനിയുടെ ഓണർക്ക് ഇയാളെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഓണർക്കൊരു സംശയം, ഈവൻ വേറെ കമ്പനിക്ക് ഏതെങ്കിലും പ്രോജക്റ്റുകൾ മറിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓണർ വിചാരിക്കും ഒരു രക്ഷയില്ല. അതിന് എലോൺ മസ്ക് പറയുന്നത്, നിങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിലും RCCയിലും ചെന്ന കൈ വെച്ച അറ്റൻഡൻസ് പോയി ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അങ്ങ് കയറിപ്പാം. മനസ്സിലാകുന്നവർക്കായി അതാണ് ഈ ഫിംഗർ വെച്ചിട്ട് ഈ നിമിഷം പഠിച്ചിട്ട് ചെല്ല് നേഴ്സുമാരവിടെ ചെന്നിട്ട് സാറേ അറ്റൻഡൻസ് രജിസ്റ്റർ, അതൊക്കെ മുടിഞ്ഞു പോയി കീ പോവുക. സന്തോഷമില്ലല്ലോ സഹോദരം. അതിൻ്റെ മറ്റൊരു പരിപാടിയാണ് ഈ എലോൺ മസ്ക് പറയുന്നു, വർക്കേഴ്സിൻ്റെ കൈ മൈക്രോ ചിപ്പ് കൊടുത്താൽ ആരെ മോണിറ്റർ ചെയ്യാം. അതിനാസ്പദമായി അവൻ്റെ കയ്യിലൊരു മൈക്രോ ചിപ്പ് വെക്കും. മുതലാളിയുടെ ലാപ്ടോപ്പായിട്ട് ഇൻ്റർലിങ്ക് ചെയ്യും. ഇവ ആരോട് സംസാരിക്കുന്നവരും. ഇന്നത്തെ ലോകത്തെ വൻകിട കമ്പനികൾ പറയുന്നു ഇത് നല്ല കാര്യം. മനസ്സിലാകുന്നവർക്കായി. അപ്പം നിങ്ങൾ പറയും മുതലാളിയുടെ കമ്പ്യൂട്ടർ വരുമെന്ന്. സജിപാസ്റ്റർ തന്നെ പിടിക്കാം. നല്ല മാരുതി വണ്ടി ലോണൊക്കെ എടുത്തു. പണ്ടാന്ന് 29-ാം തീയതി ആകുമ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് മനീഷ വിളിക്കും, പാസ്റ്റർ 31 ലാസ്റ്റ് ഡേറ്റ് ലോൺ അടയ്ക്കണം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇപ്പോഴാണെങ്കിൽ രാത്രി 12 മണിക്ക് മൊഴി പ്രാർത്ഥന നടക്കുമ്പോൾ 30-ാം തീയതി ഒരു മെസ്സേജ്, കീ കൂ നാളെ ലോൺ ലാസ്റ്റ് ഡേറ്റ്, പൈസ അടച്ചില്ലേ കുണ്ടുകാട് സാബും ടീമും വണ്ടി കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക് ഏതെങ്കിലും ബാങ്ക് മാനേജർ വിളിക്കാറുണ്ടോ? നിങ്ങളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വൻകിട കമ്പനികൾ പറയുന്ന സകല വർക്കേഴ്സിൻ്റെ കയ്യിൽ കൊടുത്താൽ സാറ്റലൈറ്റ് വരും. 3. നാലാമത്തെ കാര്യം ഏറ്റവും നിർണായകം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നോട്ട് ചെയ്യണം. ഇത് ഇത്രയും സമയം ഉണ്ടായിട്ടതൊക്കെ പ്രസംഗിക്കുന്നത് 3 ദിവസമുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ, തിരുവനന്തപുരം ഇന്ന് 30,000 പേര് രണ്ടിടത്തായിട്ട് രാവിലെയും വൈകിട്ട് വരുന്നു. കൊച്ചിയിൽ 70,000, ദുബായിൽ ലക്ഷങ്ങൾ വരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ എയർപോർട്ട് അമേരിക്കയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം അറ്റ്ലാന്റ. ഒരു ദിവസം 25 ലക്ഷത്തിൽ പരം യാത്രക്കാർ, 3000 പ്ലെയിന 8 റൺവേ കൂടെ ഇറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അറ്റ്ലാന്റ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്. സൗദിയിലെ ദമാമ 2 എയർപോർട്ട്. പക്ഷേ ഇത്രയും വിമാനമില്ല. ഇവിടൊക്കെ ലക്ഷക്കണക്കിന് പേർ. ഇവരെന്തിനു വരുന്നു? തിരുവനന്തപുരത്ത് അന്യരാജ്യക്കാർ വരുന്നു. ഇവരെന്തിനു വരുന്നു? വരുന്നവരടുത്ത് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എന്തിനു വരുന്നു? വിസിറ്റിന് വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, എല്ലാവരും കേൾക്കണം. എന്താ? പ്ലെയിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ദാണ്ട ഈ ലൈറ്റ് കൂടെ കൊടുത്തിരിക്കുന്ന ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ വരുന്നവരുടെ തലയിലെ കാര്യം ലാപ്ടോപ്പിനകത്ത് തെളിഞ്ഞു വരും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതാ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്. അതിനാസ്പദമായി പണ്ട് തിരുവനന്തപുരത്ത് പോലീസിൻ്റെ അടുത്ത് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ട്? കുറ്റവാളികളെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ഇവരെ പോലീസിൻ്റെ ആസ്ഥാനത്ത് തലയിലെ ബ്രെയിൻ മെമ്മറി എടുക്കും. ഇവർ പങ്കെടുത്തിട്ടുണ്ടത് പല കേസുകളിലും. ഇനി അത് വേണ്ട മക്കളെ, ടെക്നോളജി വളഞ്ഞു. എന്താ? തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പ്ലെയിനകത്തുനിന്ന് കോണി വഴി താഴെ ഇറങ്ങി വരുന്നവരെ തല ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ലാപ്ടോപ്പിനകത്ത് പടപട ലഗേജ് വരുന്ന പോലെ കാടും. ഇവൻ എന്തിനു വന്നെന്ന് ലാപ്ടോപ്പ് പ്രതിഫലിക്കോ ബാങ്ക് കൊള്ളയ്ക്കോ വന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ ഗൾഫുകാർ, അബുദാബിക്കാരും ദുബൈക്കാരും എല്ലാം പറയുന്ന എലോൺ മസ്കിനോട് ഇവിടെ കൊള്ളയുണ്ട്, കൊലപാതകമുണ്ട് അബുദാബിയിലും. അത് കഴിഞ്ഞിട്ട് അമേരിക്ക വരെ കറുത്ത വർഗ്ഗക്കാർ ഭയങ്കര ലൂട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സകല എയർപോർട്ടുകാരും ഇത് പറയുന്നു. നാലാമത്തെ കാര്യം,
അഞ്ചാമത്തെ കാര്യം ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. 4 കാര്യം ഞാൻ പറഞ്ഞു. 5ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. ഇന്ന് നിങ്ങൾ പണമെടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കേൾക്കണം. ഇന്ന് നിങ്ങൾ പണമെടുക്കാൻ പോകുമ്പോൾ, ബാലരാമപുരത്ത് പണമെടുക്കാൻ പോകുമ്പോൾ, സഹോദരി ATM കാർഡിനുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടും. ചേച്ചിയെ നോക്കാനല്ല, കാർഡ് കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോകാനാ. സന്തോഷമില്ലല്ലോ. സ്വത്രം മനസ്സിലാകുന്നവർക്കായി അതിനാസ്പദമായി ആൽത്തറമൂട്, വെള്ളയമ്പലം, പുളിമൂട് കണ്ടോ, നൈജീരിയക്കാർ വന്നു. സ്കിമ്മർ ദാണ്ട ക്യാമറ ഒരെണ്ണം വെച്ചിട്ട് ATM കള്ളക്കാർഡുണ്ടാക്കി 75 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ബാങ്കുകാർ മുഴുവൻ പറയുന്നു, ഇനി ഈ ATM കാർഡിന്റെ പരിപാടി വേണ്ട, കൈക്കകത്ത് ചിപ്പ് കൊടുത്താൽ ക്യാഷ്ലെസ് ഇന്ത്യ. മനസ്സിലാകുന്നവർക്കായി ക്യാഷ് ഇല്ലാത്ത, അതുകൊണ്ടാണ് ക്യാഷിനെ പ്രോത്സാഹിപ്പിക്കാത്ത. ബാങ്കുകൾ വാം വെൽക്കം ചെയ്യുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാകും. 6ാമത്തെ കാര്യം നിയമം MLA, നമ്മുടെ പ്രിയങ്കരനായ രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹം ആരായിരുന്നു? IT മന്ത്രിയായിരുന്നു. മോഡി IT മന്ത്രി ആയിരിക്കുമ്പോൾ ഈ കാര്യം എല്ലാവരും കേൾക്കണം. ChatGPT കോൺഫറൻസ് എല്ലാവരും പഠിച്ചാൽ മതി. ലണ്ടനിൽ അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നമ്മുടെ പ്രിയങ്കരനായ രാജീവ് ചന്ദ്രശേഖർ സാറായിരുന്നു. എല്ലാവരും കേട്ടാട്ടെ. അന്ന് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനം കൂടിയ സ്ഥലം, 150 കോടി ജനം, വിവിധ ഭാഷ സംസാരിക്കുന്നു, കത്തിക്കുത്ത് കൊലപാതകം, അതോടനുബന്ധിച്ച് ടെററിസ്റ്റ് പ്രവർത്തനങ്ങളെല്ലാം നിർത്തണമെങ്കിൽ ഞാനൊരു മൈക്രോ ചിപ്പ് തന്നാൽ അത് വെച്ച് 145 കോടി ജനത്തെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാം. പറഞ്ഞത് നമ്മുടെ നിയമത്തെ ഇന്നത്തെ MLA രാജീവ് ചന്ദ്രശേഖർ ജിയോട് എലോൺ മസ്ക് പറഞ്ഞു. ChatGPT കോൺഫറൻസ് ലണ്ടൻ, മോഡി സാറിനോട് പറ 145 കോടി ജനങ്ങളെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാം. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി എയർവിൻ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാളാൽ മുറിവേൽക്കുന്നവൻ മുറിവേൽക്കപ്പെടും. ദാണ്ടേ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് പത്മോസിനകത്ത്. അങ്ങനെയെങ്കിൽ താമസം വിന നമ്മുടെ കരങ്ങളിലേക്ക് ഒരു മൈക്രോ ചിപ്പ് വരാൻ കാലമായി. 1 ആധാർ, 2 ATM, 3 ആനയുടെ വാൽ, 4 പാസ്പോർട്ട്, 5 ഫാസ്ടാഗ്, 6 QR കോഡ്. എല്ലാ പ്ലെയിൻ ടിക്കറ്റും വീട്ടിൽ ഇരുന്നെടുക്കാൻ, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ QR കോഡ്. അത് കഴിഞ്ഞ് ഇനി ഇത് വരാനുള്ളത് കൈമേലും നെറ്റിമേലും മാത്രം. അവസാനം എയർപോർട്ടിൽ ക്യൂ നിൽക്കണ്ട. റിലയൻസിൽ ചെല്ലുമ്പോൾ തുറക്കുന്നത് പോലെ ഇങ്ങനെ തുറന്ന് ഡോറുകൾ പോ. ഒരു ഗവൺമെന്റ്, ഒരു ഭരണം, ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ ചിപ്പ്. അങ്ങനെയെങ്കിൽ ഒരു മുദ്ര നമ്മുടെ കരങ്ങളിൽ വരാൻ പോകുന്നു. അന്നാളിൽ വലിയവർ, ചെറിയവർ, സമ്പന്നർ, ദരിദ്രർ, ദാസർ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ. മൃഗത്തിന്റെ പേരിന്റെ സംഖ്യവും മുദ്രയുള്ളവനോ അല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. മക്കളെ, ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കാണിക്കട്ടെ. ആ സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യ, അത് 666. 1ാമത്തെ ഇടവേള 2 മുദ്ര നമ്മുടെ കരങ്ങളിൽ പേറുമോ അതിനാസ്പദമായി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. 1ാമത്തെ ഇടവേള വായിക്കുന്നു. എഫേസ്യ ലേഖനം 4:30. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. എഫേസ്യ ലേഖനം 4:30. സാത്താന്റെ മുദ്രയേൽക്കോ, നാം ഇവിടെ എടുക്കപ്പെടുമോ. ബൈബിൾ എടുത്തോ, വായിച്ചോ മുളയെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി സാത്താന്റെ മുദ്ര നമുക്ക് കേൾക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇന്ന് രാത്രി അപ്പച്ച, അമ്മച്ചി, സഹോദര, നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. ഏതാത്? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിയുടെ ന്യായവിധി ഉണ്ടായി. ഓ ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോട്, അതിന്റെ പ്രതിമയോട്, അതിന്റെ സംഖ്യ കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരുടെ ആത്മാക്കൾ അവർ ഉയർത്തെഴുന്നേറ്റു 1000 ആണ്ട് വാണു. ഇത് 1ാമത്തെ പുനരുത്ഥാനം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. അവന്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി
രാത്രി ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഒന്നാമത്തെ ഇടവേള പറയുമ്പോൾ സ്വോത്രകാഴ്ചയിലേക്ക് അമേരിക്കയിൽ എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയിൽ ഒരു നല്ല ചെറുപ്പക്കാരനാണ് ജോർജ് ബുഷ്. അവർ 2 പേരെ കൊന്നു. ആ സമയത്ത് എന്താ ഏറ്റവും നല്ലതായിട്ട് അവൻ്റെ കേസ് പോയി. അവനെ വിധിച്ചത് അമേരിക്കൻ കോടതി തൂക്കിക്കൊല്ലാനാണ്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നല്ലൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പനും അമ്മയും ചെന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളുടെ മകന് 30 വയസ്സേ ഉള്ളൂ, അവൻ ബ്ലഡിൻ്റെ ആ പമ്പിങ്ങിൻ്റെ ഇതുകൊണ്ട് രക്തത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ കൊന്നേന്ന്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങളൊരു കത്ത് കൊണ്ടുവരണം, അതിനകത്ത് 3 ഭാഗം. 1, ഇവൻ പുറത്തിറങ്ങിയാൽ കുറ്റം ചെയ്യത്തില്ലെന്ന് സമ്മതിക്കണം, എല്ലാവരും കേട്ടാട്ടെ. 2ാമത്തെ കാര്യം, ജയിലിൻ്റെ സൂപ്രണ്ട് തരണം, ഇവൻ നല്ല പുള്ളി. അത് കഴിഞ്ഞ് 3 ഞാൻ ഒപ്പിട്ടാൽ നിങ്ങളുടെ മകന് ദയാഹർജി കൊടുക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറഞ്ഞു. അപ്പനും അമ്മയും തയ്യാറാക്കി. എല്ലാവരും ഇന്ന് രാത്രി ഇത് കേട്ടാട്ടെ. അപ്പനും അമ്മയും ഇത് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടു കൊടുത്തു. പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേപ്പർ വെച്ചിട്ട് പറഞ്ഞു, 1 ജയിലിലേക്ക് പോകണം, മകൻ്റെ കൊടുക്കണം, സൂപ്രണ്ടിൻ്റെ കൊടുക്കണം. അത് ഒപ്പിട്ട് വരുമ്പോൾ ആ മകനെ കൊണ്ടുപോകാൻ ഒരു റിലീസ് പേപ്പർ ഞാൻ തരാം. ഇന്ന് രാത്രി എന്താ ചെയ്തത്, അപ്പനും അമ്മയും ആ 2 പേപ്പറുമായിട്ട് ജയിലിലേക്ക് ഓടി. സൂപ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എന്താ, അമേരിക്കയിൽ ആൻഡ്രൂ ജാക്സൺ, ആ പ്രസിഡന്റ് പേര് ആൻഡ്രൂ ജാക്സൺ സാർ ഞങ്ങൾക്ക് പേപ്പർ തന്നു. സാറിൻ്റെ പേപ്പർ ഇതാണ്ടേ. സാറ് സൂപ്രണ്ട് ആ പേപ്പർ മേടിച്ചു. സെല്ലിനകത്ത് മോൻ കിടക്കുക, ജോർജ് വിൽസൺ. അപ്പനും അമ്മയും ഓടിച്ചെന്നിട്ട് വിളിച്ചു, മോനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, ദാണ്ട നീ ഈ പേപ്പറിൽ ഒപ്പിട്ടതാ, പിന്നെ സൂപ്രണ്ട് ഒപ്പിട്ട് തരും. ഞങ്ങൾ നേരെ അവിടെ പോയാൽ നിനക്ക് റിലീസ് ഓർഡർ കിട്ടും. കാരാഗ്രഹത്തിൽ മറിഞ്ഞു നിന്ന ചെറുപ്പക്കാരൻ അടിയുടെ അടുത്തൂടെ പേനയും പേപ്പറും മേടിച്ചിട്ട് അവൻ ഒപ്പിട്ടില്ല, അമ്മച്ചി അവൻ വലിച്ചു കീറി അതെറിഞ്ഞു. ആ സമയത്ത് അപ്പനും അമ്മയും നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്നു. എന്താ സൂപ്രണ്ട് ഓടി വന്നു? സൂപ്രണ്ട് പറഞ്ഞു, അയ്യോ ഇവൻ ചാൻസ് നഷ്ടപ്പെടുത്തി, ഇവൻ ഒപ്പിട്ടെങ്കിൽ ഞാനും ഒപ്പിട്ടെങ്കിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോകായിരുന്നു. അപ്പനും അമ്മയും കരഞ്ഞു പോയി. വീണ്ടും കോടതിയിൽ പോയി. കോടതിയുടെ ജഡ്ജി പറഞ്ഞു, ഞാൻ അവനെ തള്ളിയപ്പോൾ ആൻഡ്രൂ ജാക്സൺ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ദയാഹർജി തന്നിട്ട് അത് ഒപ്പിടാതെ അവൻ വലിച്ചു കീറിയെങ്കിൽ അവൻ മരണയോഗ്യൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഈ വർഷം ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ നിന്റെ മുൻപിൽ കാൽവറിയിലെ രക്ഷ വരച്ച് കാട്ടിയിട്ട് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ വീണു പോകും കുഞ്ഞ്. ഇന്ന് രാത്രി വഴിയിൽ വെച്ച് പട്ടുപോകാതിരുപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പിൻ. നാളെ മൈക്കില്ല, പാട്ടില്ല, ലൈവില്ല. 1 more time റിവൈസ്. ഇന്ന് രാത്രി നാട്ടുകാരോട് വീട്ടുകാരോട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. അവർ ഉയർത്തെഴുന്നേറ്റു, 1000 ആണ്ട് വാണു. ദൈവത്തോടും ക്രിസ്തുവിനോട് പുരോഹിതന്മാരോട് ചേർന്ന് 1000 ആണ്ട് വാണു. ഇത് 1ാമത്തെ പുനരുത്ഥാനം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇപ്പോഴത്തെ സംഭവങ്ങൾ മാത്രം ചിന്തിക്കുന്നു. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവൻ ദൈവത്തോടും ക്രിസ്തുവിനോടും വിശുദ്ധ ദൂതന്മാരോടും 1000 ആണ്ട് വാണു. തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും അതിൻ്റെ മുദ്രയോടും ജയിച്ചവരുടെ ആത്മാക്കളെ ഞാൻ കാണുന്നു. 1ാമത്തെ പുനരുത്ഥാനം. ഇനി 3 കാര്യങ്ങൾ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടവർ എവിടെ കാണും? 1. 2ാമത്തെ കാര്യം, മൈക്രോ ചിപ്പ് വച്ചവർ എവിടെ വീണു പോകും? 3. ഈ ചിപ്പ് വച്ചാൽ മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കും? അത് പറയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കുന്നു. വായിക്കുന്നു, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പീഡാകാലത്ത് മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ചാൽ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-11 വാക്യങ്ങൾ കുഞ്ഞു വായിക്കുമ്പോൾ ബൈബിൾ കൂടി ഇതെല്ലാവരും കേൾക്കേണ്ട പ്രസംഗങ്ങളാണ്, അന്ത്യകാലത്തിൻ്റെ മെസ്സേജുകളാണ്. അതുകൊണ്ട് ഇസ്രായേലിനൊക്കെ വിട്ടിട്ട് ഇനി വരാൻ പോകുന്ന കാലം വെളിപ്പാട് 16-2-11 വാക്യങ്ങൾ വായിക്കാം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ന്യായവിധിയുടെ ദിനങ്ങൾ വരും, ഉപദ്രവം, മഹോപദ്രവം. കുഞ്ഞു വായിച്ചാട്ടെ. ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും ദാണ്ട ഈ മൈക്രോ ചിപ്പ് വെച്ചവർക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് റോബോട്ടിന്റെ പ്രതിമ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും പള്ളിയിലും ഒക്കെ വരും. അതൊക്കെ ഊരമ്പി പറയാം. ആ വരുന്ന പ്രതിമയെ നമസ്കരിക്കുന്നവർക്ക് ചെറിയ വ്രണമെന്നല്ല, വല്ലാത്ത ദുർവ്രണമുണ്ടായി. ചെറിയ വ്രണമെന്നല്ല, ദുർവ്രണം.
ഇതാ സയൻസ്. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കേട്ടാട്ടെ. ഇവിടെയാണ് സയൻസ്. 11 പറയുമ്പോൾ ഞാൻ പറയാം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, എല്ലാവരും കേൾക്കണേ, ഇലോൺ മസ്ക് ഒരു മൈക്രോ നീഡിൽ പാച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ചിപ്പ്, അതൊരു ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെ ഒട്ടിക്കും, അതിനകത്തൊരു ബാറ്ററിയും കാണും. സമാധാനത്തിൽ കേൾക്കണേ. അത് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. അതാ ഞാൻ പറഞ്ഞ്, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇത് വെക്കാതെ ആഹാരമില്ല, വെള്ളമില്ല, ട്രാവലില്ല, എല്ലാം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇത് നടക്കണമെങ്കിൽ ഇത് വെക്കണം. അങ്ങനെയെങ്കിൽ ഇനി കയ്യിലിരിക്കുന്ന മൈക്രോ ചിപ്പ് പൊട്ടും. അതിൻ്റെ പേരാ വ്രണം. ദുർവ്രണമല്ല. സയൻസ് വ്രണമല്ല, ദുർവ്രണം. അതിനാസ്പദമായി എല്ലാവരും കേൾക്കണം. വീട്ടിൽ ഓടുന്ന ഫാനിന് റിമോട്ടുണ്ട്, AC-ക്ക് റിമോട്ടുണ്ട്, ചില സിസ്റ്റങ്ങൾക്കെല്ലാം റിമോട്ടുണ്ടെന്ന്. കൃത്യം 6 മാസം നിങ്ങളുടെ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ നിങ്ങളറിയത്തില്ല, ആ ബാറ്ററിക്കകത്തുനിന്ന് ആസിഡ് ഇറങ്ങി അതിൻ്റെ ചുരുളുകൾ തുരുമ്പിച്ച് കാണും. ആ റിമോട്ട് എടുത്ത് കളയേണ്ടി വരും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ബാലരാമപുരത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത് കേട്ടോണം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മൈക്രോ ചിപ്പ് വെച്ചാൽ മംഗലത്ത് പോകണം. ഒരച്ചായൻ 55, ഭാര്യ 53, മോള് 24, മോൻ 22. ഇവർ 4 പേരും മൈക്രോ ചിപ്പ് വെച്ചു. ഇത് ഇംപ്ലാന്റ് ചെയ്ത് പോയി. ഇത് കഴിഞ്ഞു. അച്ചായന് ഇച്ചിരി ഷുഗറും മറ്റസുഖങ്ങളും ഉണ്ട്. ബാറ്ററി മാറാൻ ആൾ വന്നില്ല. മൈക്രോ ചിപ്പിനോട് ചേർന്നിരിക്കുന്ന കുഞ്ഞു ബാറ്ററി, ലിഥിയത്തിൻ്റെ മോഡ, ആൽക്കലൈൻ ആസിഡ്, അത് ലീക്കാവും. എന്താ വെച്ചാൽ അതിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ TV-യുടെ റിമോട്ടിൽ ഇരിക്കുന്ന ലീക്കാവും. അത് ലീക്കായാൽ അതിൻ്റെ അസിഡിക് പവർ രക്തത്തിലാണ് വരുന്നത്. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ അർത്ഥം കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ശരീരത്തിനകത്ത് വരുന്ന ദുർവ്രണം, അതിന് ഇംഗ്ലീഷ് വിളിക്കുന്നത് സെപ്റ്റോ വാജനിക് വൂണ്ട്, അല്ലെങ്കിൽ സാധാ നിങ്ങളുടെ നേഴ്സുമാരോട് ചോദിച്ചാൽ മതി, അതിൻ്റെ പേരാ ബ്ലഡ് വൂണ്ട്. ശരീരത്തിൽ രക്തപ്പൊണ്ണു വരും. അതാ ദുർവ്രണം. മനസ്സിലാകുന്നവർക്കായി സാധാ മലയാളം. മംഗലത്ത് കോണത്ത് ഒരപ്പച്ചൻ വീട്ടിന് മുറ്റത്തിരിക്കുക. അപ്പോൾ ഒരു നായ, അതിൻ്റെ ശരീരത്തിനകത്ത് വല്ലാത്ത മുറിവുണ്ട്. ആ വ്രണത്തിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അപ്പച്ചൻ പറയും, കഥ കടച്ചേര്, ഞാൻ അകത്ത് കയറിയ ആ ദുർവ്രണമുള്ള നായ പോകുന്നു. നായ പോകുന്ന അടുത്ത പറമ്പില, പക്ഷെ അപ്പച്ചൻ്റെ വീട്ടിലിരുന്നാൽ മണമടിക്കുന്നത് പോലെ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മൈക്രോ ചിപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് ആൽക്കലൈൻ ആസിഡ് ഇറങ്ങിയാൽ വരുന്നു ദുർവ്രണം. സെപ്റ്റോവാജനിക് വൂണ്ട്, ബ്ലഡ് വൂണ്ട്. അന്ന് മനുഷ്യൻ്റെ അവസ്ഥ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന ക്യാൻസറാണ്. ആ വേദനയെക്കാളും വലിയ വേദനയാണ് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. വായിക്കുന്നു വെളിപ്പാട് അതിൻ്റെ 11-ാമത്തെ വാക്യം, 16-11. സൗരി വായിച്ചാട്ടെ. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട്, മനുഷ്യന്റെ നാവ് വേദന കൊണ്ട് കടിച്ചു മുറിച്ച് കളയുമെന്ന്. കഷ്ടങ്ങളും വ്രണങ്ങൾ വായിച്ച്, കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ. അവർ കൈവിടപ്പെട്ടു, അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചു. ഇനി മതി. ഇന്ന് രാത്രി ഉപദേശിമാർ സ്റ്റേജിൽ ഒരു വാക്ക് പറയാൻ വന്നേ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ടോടിപ്പോകും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മരണമില്ലാത്ത കാലം ഇവിടെ വരാറായി. അതുകൊണ്ട് നാളെ ഇവിടെ യോഗമില്ല. മംഗലത്ത് കോണം ഓൺലൈൻ മന്നാ TV എവിടെ കാണുന്നവരോട് ഞങ്ങൾക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്ന ഒരു രക്ഷാ ദിവസം, ഒരു രാത്രി കൂടി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം യേശു അപ്പച്ചൻ്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി ഈ മരണത്തിന് ശേഷം 2-ാം മരണമുണ്ടോ? സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, അതാ സഖാവ് VS പറഞ്ഞത്, കേടാത്ത തീ, ബാക്കി മിണ്ടുന്നില്ലല്ലോ, ചാകാത്ത പുഴു. സ്തോത്രം. അങ്ങനെ തീപ്പൊയ്ക്കുണ്ടോ? VS പറഞ്ഞത് ക്ലിയറാ. വായിക്കാം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മുദ്രയേൽക്കുന്നവർ 1007 വർഷം കഴിഞ്ഞ് എഴുന്നേറ്റ് വരും. അവർ 1000 ആണ്ട് വാഴ്ചയിലില്ല.
അവരെ തള്ളും. അതാ രണ്ടാം മരണം. വായിക്കാം വെളിപ്പാട് പുസ്തകം. എല്ലാവരും എടുത്താട്ടെ. ഇതാ രണ്ടാം മരണം. ഒന്നാമത്തെ മരണം കൊണ്ടല്ല, എല്ലാവരും ന്യായവിധിയുടെ മുൻപിൽ വരും. കോണപ്പെടാത്ത എല്ലാം തീപ്പൊയ്കെ വീഴും. വെളിപ്പാട് 14, 9, 10, 11, 12 വാക്യങ്ങൾ വായിക്കാം മോളെ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ചവർ നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ. ഇത് കൈവിടപ്പെട്ടു പോയ നീ മുദ്ര ഏക സാത്താന്റെ മുദ്ര. അതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് അക്കരെ പോണോ? അതിനായി കൺവെൻഷൻ. അടുത്ത വാക്ക് ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ന്യായവിധിയുടെ മദ്യം അഥവാ വരാൻ പോകുന്ന ന്യായവിധിയിൽ വീണു പോകും. അവരെവിടെയാ വീഴുന്നത്? ഇതാ സഖാവ് വി എസ് അച്യുതാനന്ദൻ പ്രസംഗിച്ചു. വായിച്ചാട്ടെ മോളെ. വിശുദ്ധ ദൂതന്മാർക്ക് കുഞ്ഞാടിന് മധ്യേ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. കിടക്കുന്ന അഗ്നിദണ്ഡനം ഇതാ തീപ്പൊയ്ക. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ കരമുയരുന്നില്ലല്ലോ ആന്റി, തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാ സഖാവ് വി എസ് പറഞ്ഞു, സാർ ഒരുവൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേളാത്ത പുഴു കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാ ഒന്നാമത്തെ ഭരണം കൊണ്ട് പെട്ടി അടക്കിയിട്ട് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 7 വർഷം ഇവിടെ ഭരണമുണ്ട് എതിർ ക്രിസ്തുവിന്റെ. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ തുറന്നു വിടുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിനകത്ത് ന്യായാസനങ്ങൾ തുറക്കുമ്പോൾ ഈ മൃഗത്തിന്റെ പ്രതിമ, അതിന്റെ മുദ്ര, സംഖ്യയേറ്റവർ അക്കരെ നാട്ടിലല്ല, തീ വളർന്ന അഥവാ തീപ്പൊയ്കയിൽ വീണു പോകും. ഇന്ന് രാത്രി ഈ വചനം കേട്ട് കാൽവറി രക്ഷ നേടുക. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കാലം തീരാറായി. അങ്ങനെയെങ്കിൽ ഇതേക്കാത്ത ദൈവമക്കൾ എവിടെ പോവും? 2 കാര്യം കൂടെ പറയുമ്പോൾ പാട്ടിലേക്ക് പോകും. വായിക്കാം വെളിപ്പാട് 15:2. നമ്മൾ എവിടെയായിരിക്കും? 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാൽ നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. വെളിപ്പാട് 15:2 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അതാ പണ്ട് അപ്പച്ചൻ പാടിയത്. കുഞ്ഞാടതിൽ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല, താരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. എന്തൊരു നല്ല പാട്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഇന്നത്തെ ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും നല്ല മെസ്സേജുകളായി മന്നയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി മൃഗത്തോട് ജയിച്ചവർ, പ്രതിമയോട് ജയിച്ചവർ, സംഖ്യയോട് ജയിച്ചവർ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് നിത്യ വീട്ടിൽ പളുങ്ക് കടലിനെതിരെ നാം പാട്ടുപാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കും. പ്രസംഗം ഇവിടെയുള്ള സന്തോഷമില്ലല്ലോ. ദൈവസഭ എടുക്കപ്പെട്ട അവിടെ പ്രസംഗവും ഇല്ല, പഠനവും ഇല്ല, പിന്നെ അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. സ്വർഗത്തിൽ കേട്ട ശബ്ദം ഹല്ലേലൂയായ സ്വോത്രം. അവിടെ ബൈബിൾ ക്ലാസ് എന്നല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ട്രെയിനിങ്ങോടും ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാവണം. സ്വോത്രം. കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടവർ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ബൈബിൾ ക്ലാസ് നടത്തിയെന്നല്ല. ബൈബിൾ ക്ലാസ് എല്ലാം ഇവിടെ തീരും. സ്നാനവും അഭിഷേകവും എല്ലാം ഇവിടെ തീരും. പിന്നെ അവിടെ ആത്മാവിലുള്ള ഒരു ആരാധനയാ പളുങ്കടൽ. അവിടെ കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു വിലേശവും അവിടെയില്ല, തരുമനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അങ്ങനെയെങ്കിൽ നമുക്കൊരു വീടുണ്ട്. നമുക്ക് വല്ല വീടും വേണ്ടേ? സന്തോഷമില്ലല്ലോ. റാന്നി പ്രളയത്തിന് എല്ലാവരെയും കൂടെ ഇപ്പോൾ പറഞ്ഞ് സ്കൂളിൽ കയറ്റിയോല് ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടവർ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഹെലികോപ്റ്ററല്ല, മേഘങ്ങളെ തേരാക്കി. ആ വീട് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ചെറുപ്പക്കാരെല്ലാം കേട്ടോണം. യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ എല്ലാ നാട്ടുകാരും കേട്ടോണം. ഇന്ന് 2 മിനിറ്റ് വൈകിയാലും ഭാഷ സമാനപ്പെടും. 2 കാര്യം പറയാനുണ്ട്. യോഹന്നാൻ 14, 1, 2, 3 വായിച്ചാൽ മോളെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പൊ തന്നെ പ്രസംഗം കേട്ടിട്ട് കലങ്ങിയിരിക്കുക. ഇനി കലങ്ങാനൊന്നുമില്ല. സത്യം. ഇപ്പൊ തന്നെ കലങ്ങിയിരിക്കുക. അടുത്തത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ദൈവത്തെ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
அப்பா வீட்டுக்குள்ள கொட்டாரம் இருக்குது. அருமையான தமிழ் பைபிள் பயிறது. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്, അഥവാ അപ്പച്ചൻ്റെ വീട്ടിൽ കൊട്ടാരമുണ്ട്. മലയാളം ബൈബിൾ ഡൈവേർട്ട് ചെയ്ത് വെച്ച് മാറ്റിയ സ്ഥലമുണ്ട്. അടുത്തത് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു 2020 ക്രിക്കറ്റിനല്ല പോയിരിക്കുന്ന സ്വത്രം. അവിടെ വീടല്ല ശരിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പൈപ്പ് ലൈന്, പ്ലംബിങ്, വയറിങ്, 5G എല്ലാം അടിച്ചോണ്ടിരിക്കുക സ്വത്രം. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം കരമുയർത്തുന്നവർക്കായി ഇതാണ് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നത്. ഓ, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് മംഗലത്ത് പോകണം. മഹാത്മജി, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ചാച്ചാജി, ഇവരെല്ലാം രാജ്ഘട്ടിൽ കിടപ്പുണ്ട്. കാറൽ മാർഷും ഏംഗൽസും കിടക്കുന്നു ബ്രിട്ടനിൽ. ലെനിലും സ്റ്റാലിനും ക്രെംലിനും കൊട്ടാരത്തിൽ കിടക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചരിവിൽ അരിമത്തേക്കാരൻ്റെ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. മാതാവേ പിതാവേ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്നു. ഹീസ് നോ മോർ ഹിയർ. അവൻ ഇവിടെയില്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനി അവൻ രോഗിയെ സൗഖ്യമാക്കാനല്ല വരുന്നത്. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിലല്ല വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു മടങ്ങി വരൂ, രാജാക്കന്മാരുടെ രാജാവായി. അടുത്തതാ സയൻസ്. ഇതോടെ പറയുമ്പോൾ അവസാനിക്കും. ഒരു സാക്ഷ്യവും കൂടെ പറഞ്ഞുതരാം, ബാക്കി മറ്റൊരിക്കൽ. മിൽക്കി വേ ഗാലക്സി എത്ര ഗ്രഹമുണ്ട്? 9 ഗ്രഹം. ഗ്രഹത്തിൻ്റെ പേരെഴുതാം: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണ് ഗ്രഹം. പാലാമരത്ത് സ്കൂളിൽ പോയപ്പം മാവേ കല്ലെറിയാൻ പോകരുത്, സന്തോഷമില്ലല്ലോ. 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, 1 പോയി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം മാറി. ഇപ്പം നവഗ്രഹമല്ല. ജോഗ്രഫി ടീച്ചറോട് ചോദിക്കട്ടെ, എൻ്റെ പേരും പറയണം. 8 ഗ്രഹമേ ഉള്ളൂ. താണ്ടേ ജീവിക്കാൻ ഒരു 3 ഭൂമികളായിട്ട് കിടക്കുന്നു. പ്ലൂട്ടോയെ ദൈവം വെട്ടി. ഇവിടെ ചർച്ച് പണിഞ്ഞപ്പോൾ സജിപ്പാസ് ശാലവും ഇവിടെ നിന്ന് തെങ്ങും മരവും വെട്ടിയോല് അവിടെ എല്ലാം വെട്ടി. താണ്ടേ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. എല്ലാവരും കേട്ടാട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഒറ്റ സയൻസ് കൂടെ പറഞ്ഞ് നിർത്താം. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 6000 crores കമ്പാർട്ട്മെൻറ്റഡ് സിറ്റുവേറ്റഡ് മിൽക്കി വേ ഗാലക്സി. അതിൻ്റെ അർത്ഥം 5 കമ്പാർട്ട്മെൻറ്റ്. 1 മരിച്ചവരിൽ ആദ്യബലക്കറ്റെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 ഏറ്റവും നിർണായകമായി 2 പേര് ഇങ്ങോട്ട് വരും. അവരാ ഏലിയാവും ഹാനോക്കും. അവർ വരുമ്പോൾ ലോകം മുഴുവൻ കാണും. ഇൻ്റർനെറ്റ് 5G അല്ല 9G. ലോകം അവസാനിക്കും. അത് കഴിഞ്ഞ് 5 ഹാബേൽ മുതൽ ക്രൂശിൽ വരെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി പാർക്കുവാൻ വീടൊരുങ്ങി, കൈപ്പണിയല്ലാത്ത നിത്യഭവനം. അങ്ങനെയെങ്കിൽ ആ വീട് ഒരുങ്ങിയിട്ടുണ്ടോ പറയുമ്പോൾ അവസാനിപ്പിക്കാം. എല്ലാവരും കേട്ടാട്ടെ, എല്ലാവരും കേട്ടാട്ടെ. മന്ന TV ഇത് ക്ലിയറായിട്ടും കൊടുക്കണം. അത് ഞാൻ എൻ്റെ ഒരു ഭാഗം അവിടെയും പറഞ്ഞായിരുന്നു. പറയാം എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കേട്ടാട്ടെ, നമ്മുടെ 2 പേര് ശൂന്യാകാശത്തിൽ പോയി. ആരൊക്കെയാണെന്നറിയാവോ? സുനിത വില്യംസും വില്യം ബിച്ച്മോറും. സുനിത വില്യംസ് ആരായിരുന്നു? ഇന്ത്യയുടെ ഒരു ശാസ്ത്രജ്ഞയായിരുന്നു. വില്യം ബിച്ച്മോറും. അവരവിടെ പോയപ്പോൾ അവരെ പേടകം കേടായി. മനസ്സിലാകുന്നവർക്കായി, പാപ്പനം കൂടെ വണ്ടിയുടെ ടയർ പഞ്ചറായ പോലെ പേടകം കേടായി. എല്ലാവരും കേൾക്കണം. അന്ന് അമേരിക്കയുടെ പ്രസിഡൻറ്റ് ആരാ? നമ്മുടെ ട്രംപിന് മുമ്പുള്ള പുള്ളിയായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ പേടകം കേടായിപ്പോയി, ശൂന്യാകാശത്തിൽ വരാൻ രക്ഷയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം കൈവിട്ടു. അങ്ങനെ ഇന്നപ്പോൾ നമ്മുടെ ബായാടി ട്രംപ് ചേട്ടൻ വന്നു. ഇവർ വാട്സപ്പ് അയച്ചു, സാറേ ഞങ്ങളിവിടെ കുടങ്ങി കിടക്കുക, ആകെ ഞങ്ങൾ കൊണ്ടുവന്ന നട്ട്സും തീരാറായി, അത് കഴിഞ്ഞ് മിനറൽ വാട്ടറും തീരാറായി, അത് കഴിഞ്ഞ് ബദാം പരിപ്പും ഒക്കെ തീരാറായെന്ന് പോയ ശ്രോത്രം. ട്രംപ് പറഞ്ഞ് ഞാൻ ഒരാളോട് ചോദിക്കട്ടെ, അമേരിക്ക നാസയോട് ചോദിച്ചു, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി ഒരു പേടകം ഉണ്ടാക്കണേ, സമയമെടുക്കാൻ, രക്ഷയില്ല. അപ്പോൾ ഇന്ത്യയുടെ ISR സുനിത വില്യംസ് ഇപ്പം ഇന്ത്യയുടെ ഇതായിരുന്നു ചോദിച്ചു. അവരും പറഞ്ഞ് രക്ഷയില്ല. അങ്ങനെ ഇരുന്ന് അപ്പോൾ എലോൺ മസ്ക് ട്രംപിൻ്റെ വലങ്കയ്യ അദ്ദേഹത്തോട് ചോദിച്ച്, നമ്മുടെ 2 പിള്ളേരും മേളിൽ കിടക്കുന്ന താഴെ ഇറക്കാൻ വഴിയുണ്ടോ എന്ന്. സ്വോത്രം. എലോൺ മസ്ക് പറഞ്ഞ് എല്ലാം ശരിയാകുമെന്ന് മനസ്സിലാകുന്നവർക്കായി. ബാക്കി കേട്ടോണോ? ഒരു പേടകം എലോൺ മസ്ക് അയച്ചു. ബാലരാമപുരത്ത് തത്തെ പിടിക്കുന്ന പോലെ 2 എണ്ണവും കൂടെ തൂങ്ങി അവരെവിടെ വന്ന് അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ ഒരു കപ്പലിൻ്റെ മേളിൽ 2 കൂടെ ആ പേടകത്തിൽ വന്ന് വില്യം ബിച്ച്മോർ, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞ എല്ലാ ഈ നിരീശ്വരവാദികളും കേട്ടോണം,
ഇന്ന് ഭയങ്കര നിരീശ്വരവാദികളില്ലേ, പല പാസ്റ്റർമാരുടെ മക്കൾ ഇപ്പം നിരീശ്വരവാദികളുടെ സമ്മേളനത്തിനാണ് പോകുന്നത്. സ്വോത്രം. പാമ്പ് വരുമ്പോൾ എല്ലാം പ്രൈസലോടും പറയും, സന്തോഷമില്ലല്ലോ. സ്വോത്രം. പണ്ട് വലിയൊരു ഇടമറകം ആരാണ്ട് മധ്യപ്രദേശിൽ പോയി, പത്തിക്കാരൻ വന്നപ്പോൾ ഇടമറകം പറഞ്ഞ് ചേച്ചു പോയി രക്ഷിക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടാണ് ബാക്കി കേട്ടാട്ടെ. അങ്ങനെ ഈ കോസുകാരുടെ മക്കളെ മൊത്തം നിരീശ്വരവാദികളുടെ സമ്മേളനത്തിന് വന്ന് അവനങ്ങ് തലയ്ക്ക് ലെവലില്ല ഭാഷ വഴിയേരി ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തുകൂടാ, നിരീശ്വരവാദികളുടെ സംസാരത്തിന് പോകുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വിദ്യാഭ്യാസം കൂടിയാലും കുഴപ്പമാണ്. ആ വില്യം പിച്ചുമോർ നാസയുടെ ശാസ്ത്രം ഞാൻ എല്ലാവരും കേട്ടെ. അദ്ദേഹം പറഞ്ഞു തോന്നറ്, ഞങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേട്ടത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. സജു ജാത്തനൂരില്ല, ഇന്ന് രാത്രി ഗൂഗിളിൽ അടിക്കണം. വില്യം പിച്ചുമോർ പറഞ്ഞ് ലോകരാജ്യങ്ങളോട്, മധ്യാകാശത്തിൽ യേശു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളല്ല, അമേരിക്കയിൽ എന്നാ ശാസ്ത്രജ്ഞനായ വില്യം പിച്ചുമോർ പറഞ്ഞത്, മധ്യാകാശത്തിൽ യേശു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൈബിൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് മടങ്ങി വന്ന് ചേർത്തുള്ളൂ. ഇത് ഓൺലൈനിൽ പോകുന്നുണ്ട്. എനിക്ക് വന്ന് 2016 കള്ളിക്കാട് ബെയ്ത്ത് ഫെസ്റ്റ് നടക്കുക. അന്ന് ഞാൻ സൂര്യൻ ചന്ദ്രനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നാടൻ മലയാളം മുഴുവൻ ഇംഗ്ലീഷിൽ പാതെ പറഞ്ഞു. പണ്ടൊരു ബഹിരാകാശ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, കൽപ്പന ചൗള. ഞാൻ അവരെ വിമർശിക്കുന്ന ആളല്ല. അവർ ശൂന്യാകാശത്തിൽ ചെന്ന് ഇങ്ങനെ ചാടി നടന്നു, വിസ്കോസിറ്റി. എന്നിട്ട് അവരൊരു പ്രഖ്യാപനം നടത്തി, ഇനി ഞങ്ങൾ താഴേക്കില്ല. അതാണ് കൽപ്പന ചൗളയുടെ വായിൽ നിന്ന് വീണത്. മനുഷ്യ, അത് ഞാൻ ഇവിടെ പള്ളിച്ചൽ പറഞ്ഞ ഉപദ്യാവ് 4, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കയറി കൂടുവച്ചാലും നിന്നെ താഴെ ഇളക്കും. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് തയ്യ സാറോട് സോമനാഥ് സാറ് കഴിഞ്ഞ ദിവസം കൗമുദിക്കും മനോരമയ്ക്കും കൊടുത്ത്, ഭൂമിക്കധികം ആയുസില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോയേ പറ്റത്തുള്ളൂ. കൽപ്പന ചൗടയുടെ പേടകത്തിന് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ, ഇനി ഈ പെന്തിക്കോസുകാരെല്ലാം കൂടി ഇട്ട് അന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തോട് മറുതലിച്ചാൽ നാം ന്യായവിധിക്കെതിരെയാകും. അർത്ഥം, യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകത്തില്ല. പേടകം പഞ്ചറായിട്ട് സുനിത വില്യംസിൻ്റെ കൂടുള്ള വില്യം പിച്ചുമോർ പ്രാർത്ഥിച്ചപ്പോൾ എലോൺ മസ്കിനെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ താഴെ കൊണ്ടുവന്നു. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സയൻസ് അല്ല, യേശു അപ്പച്ചൻ പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. അദ്ദേഹമാ പറഞ്ഞത്, ഞങ്ങളല്ല. ഇവിടെ തയ്യ സാറല്ല. അദ്ദേഹം പറഞ്ഞു, ശൂന്യാകാശത്തിൽ യേശു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ പോകണോ, മംഗലത്തോണത്തേക്കണോ? സന്തോഷമില്ലല്ലോ. ഇവിടെ അയക്കണോ ചേച്ചി, ആ വീട്ടിൽ പോകണോ? സന്തോഷമില്ലല്ലോ. ചെറുപ്പക്കാർക്ക് സന്തോഷമില്ല. ഇനി നാളെ യോഗവും ഇല്ല, നാളെ പകൽ സഭായോഗമില്ല. അപ്പം ഗൾഫിൽ പോയിട്ടുള്ള ആരുണ്ട്? ഒന്ന് കരമുയർത്തിയാട്ടെ. വിസ വേണ്ട. അയ്യോ, ചിലപ്പോൾ ചോദിക്കും വിസയ്ക്കാന്ന്, ടിക്കറ്റാന്ന്. ഒന്ന് കരമുയർത്തിയാട്ടെ. എനിക്ക് വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട. ആ കരം ഉയർത്തച്ചായ പേടിക്കണ്ട, ഫോട്ടോ എടുക്കത്തില്ല. ചിലർക്ക് പേടി, ഇനി ഞാൻ കല്യാണം ആലോചിക്കുമെന്ന്. എൻ്റെ ജോലി കല്യാണാലോചനയല്ല, സ്വോത്രം. കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലി കല്യാണം ആലോചിക്കാൻ പാസ്റ്റർമാർ ഇங்கே உட்காருங்க, மேடையில் இருக்கிற ஊழியக்காரர் நீங்கள் அருமையான திருமணத்தை கொடுக்குது. ஐயா நீங்கள் தமிழ்நாட்டுக்கு மலையாளம் வேண்டும். ஐயா நீங்கள் எங்கே வெளிநாட்டுக்கு போயிருக்குது, கருத்தை தூக்கி இருக்குதப்பா. யார் വെളിനാട്ട്? സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തറിൽ പോയി ആരെങ്കിലും ഒരു സൗരന്മാർ കര ഉയർത്തിയാട്ടെ. സന്തോഷമല്ലോ, ഉത്സാഹമായിട്ട്. ഒന്ന് ഗൾഫിൽ പോയി ആരും ഇല്ലയോ? നാളെ പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അച്ചായൻ കര ഉയർത്തി. പൈസ വേണ്ട, വിസ വേണ്ട. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്ന ഉടനെ വാ, ചന്ദ്രൻ പറഞ്ഞ ഇപ്പോൾ അത് വായിക്കുക. അങ്ങനെ പോയോ? 7 കാര്യം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 വിസ ക്ലിയറൻസ്, 5 എമിഗ്രേഷൻ കൗണ്ടർ, 6 മെറ്റൽ ഡിക്റ്റേറ്റർ, കീ കൂക്കു, 7 പ്ലെയിൻ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. സന്തോഷമില്ലല്ലോ. അതുപോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ 7 കാര്യം. 1 നീ രക്ഷിക്കപ്പെടണം. കരമുയർത്തുന്നതല്ല, ക്രിസ്തു മരിച്ചവരിൽ ആദിബലക്കറ്റായി ഉയർത്തെഴുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ടേറ്റ് പറയണം. രക്ഷിക്കപ്പെട്ട നീ മാനസാന്തരപ്പെടണം. കള്ള്, കൊച്ചുബീടി, കഞ്ചാവ്, MDMA എല്ലാം വലിച്ചെറിയണം. മാനസാന്തരപ്പെട്ട നീ അനുദപിക്കണം. ധൂർത്തപുത്രൻ പറഞ്ഞു, അപ്പം നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. 3 4 മുങ്ങി സ്നാനമേൽക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം ചൊല്ലി. 4 5 നീ ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. 6 തിരുമേശയിൽ പങ്കാളിയാകണം. 7 നീ പരിശുദ്ധാത്മ ശക്തി കാത്തിരുന്ന് പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും, എൻ്റെ പ്രാവേ, എൻ്റെ കാന്തേ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ,
നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കും. അന്ത്യകാലത്തിൻ്റെ സന്ദേശം. മേധസ്സുള്ള പ്രാവിനെ പുരോഹിതൻ നോക്കും. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടെ. മാർപ്പതക്കത്തിലെ കത്തിയെടുത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? തലയിറക്കും. രക്തം താഴെ വീഴാതെ ഞെക്കിപ്പിടിക്കും. യാഗപീഠത്തിനകത്ത് രക്തത്തളി ആചരിക്കും. പുറകിൽ ഒരു പ്രാവുണ്ട്, ഒരു ഉടലുണ്ട്. മറിഞ്ഞു കിടക്കുക, മിണ്ടുന്നില്ല. പ്രാവ് മിണ്ടാതിരിക്കും, മറ്റേ ഉടൽ വിളർച്ചു കൊണ്ടിരിക്കുക. യാഗത്തളി ആചരിച്ച പുരോഹിതൻ പ്രാവിൻ്റെ രക്തം കൊണ്ട് യാഗപീഠം കഴുകി താമ്രത്തൊട്ടിയിൽ വെള്ളമെടുത്ത് കൃത്യമാകുമ്പോൾ അവൻ്റെ യാഗത്തിൽ സ്വർഗ്ഗം സന്തോഷിച്ചെന്ന് വിചാരിക്കും. പാട്ടോട് പ്രാർത്ഥനയോട് കത്തി പുറകെ തിരിക്കാൻ വരുമ്പോൾ അപ്പാ അമ്മ പുറകിലൊരു കാഴ്ചയുണ്ട്. രക്തം വീണ ഒരു പ്രാവ് കെട്ട് അതിൻ്റെ കൂടെ മറ്റേ ഉടൽ വിറയ്ക്കുന്നു. ഉൾപ്പൂ വിളി അകക്കാമ്പിനകത്തിറങ്ങി വരുന്നത് പോലൊരു ശബ്ദം വരും. എന്താ ശബ്ദം? നിന്റെ യാഗം കഴിഞ്ഞ കെട്ടറത്തേരെ മാർപ്പതക്കത്തിൽ പോയ കത്തി വെച്ച് കാലേ കിടക്കുന്ന കെട്ടറക്ക് ഉടൽ വിറയ്ക്കുന്നത് മറിയുമ്പോൾ രക്തം തെറിച്ച പ്രാവ് ഒറ്റ ഓട്ടമോട് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കിയെങ്കിൽ അവൻ്റെ രക്തം വീണ തൻ്റെ മക്കളെ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ തലമുറയിൽ പറന്നു പോകുവാനിടയാകും. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു മടങ്ങി വരാറായി. അവസാനം ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് പാട്ടിലേക്ക് പോകാം. നിങ്ങൾ ഓടിപ്പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് പോകാം. കുഞ്ഞുങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നാളെ ഇവിടെ ഈ കുഞ്ഞുങ്ങളോ ഞാനോ കാണത്തില്ല. പാടുന്ന കുഞ്ഞുങ്ങൾ കൊയർക്കാട്. പക്ഷേ ഇതുപോലെ മഹനീയമാരൊരു ആരാധന ഇന്ന് കൈവിടരുത്. ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടാട്ടെ. 2ാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. എല്ലാവരും നോട്ട് ചെയ്യാം. അത് അന്ന് അനവധി വീട്ടിൽ ശവപ്പെട്ടിയ വന്ന് 5.5 കോടി പേർ. ബ്രിട്ടനിലെ ഒരു സംഘടന പറഞ്ഞു ആശ്വാസത്തിന് വേണ്ടി ഒരു പടം ആരെങ്കിലും അയച്ചു തരുമോ? സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, എല്ലാ മക്കളും എഴുതിക്കോ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു പടം അയച്ചു. ആ പടത്തിൻ്റെ പ്രത്യേകത 2 പടം. ഒന്ന് ഒരു സമുദ്രം, അതിൻ്റെ നടുവിലൊരു പാറയുടെ മേളിൽ ഒരു കാക്ക ഇരിക്കുക. ആ സമുദ്രം ഇളകുന്നു, 1ാമത്തെ പടം. 2 അടുത്ത പടത്തിൽ തിരമാല ഇളകുന്നു, പാറയിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. അതിൻ്റെ വായിലോട്ട് ഡോട്ടിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു മീൻ വരുന്നു. അവൻ്റെ ആ പടം വരച്ചതിൻ്റെ ആ അടിക്കുറിപ്പ് എന്താ? എസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പ്രൊജക്റ്റ് എഴുതുന്ന കുഞ്ഞുങ്ങൾ ഒരു പടം വരച്ചെഴുതുന്നല്ലോ അവൻ എഴുതി ഈ സമുദ്രം ലോകമാകുന്ന ഗംഭീര ഭാരതി, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. അവൻ എഴുതിയതാ ലോകം എത്ര ഇളകി മറിഞ്ഞാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് കുലുക്കമില്ല. പ്രതിസന്ധിയുടെ നടുവിലും അവൻ്റെ വായ്ക്കകത്തൊരു കുഞ്ഞു മീനിനെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവശക്തൻ. 10,000 പൗണ്ട് അവന് സമ്മാനം കിട്ടിയത്. അതുകൊണ്ട് ഗൾഫിൽ യുദ്ധം നടക്കട്ടെ, വിഴിഞ്ഞത്ത് കടലിളകട്ടെ, മുതലപ്പൊടി തകരട്ടെ, റാന്നിയിൽ വെള്ളം വരട്ടെ, ഇവിടെ പ്രളയം വരട്ടെ, ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി കരമുയർത്തി പറയണം എന്താ? ക്രിസ്തുവാകുന്ന പാറമേലിരുന്ന് ആരാധിക്കുന്ന എൻ്റെ വായ്ക്കുള്ളിൽ ഒരു കുഞ്ഞു മീനിനെ തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല വംശങ്ങളും അവനെ കാണുന്ന ഒരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മശിഹ വരാറായി. ബാക്കി ഭാഗങ്ങൾ 2 പ്രസംഗങ്ങൾ ഇതിൻ്റെ ബാക്കി ഊരമ്പിലായിരിക്കും. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. യേശുവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ കൈമേലും നെറ്റിമേലും മുദ്രയാക്കൽ കാത്തവർ, മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. ഇത് 1ാമത്തെ പുനരുത്ഥാനം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവൻ 2ാം മരണത്തിന് തീപ്പൊയ്കയിൽ വീഴത്തില്ല. നമ്മുടെ കർത്താവിനോട് ചേർന്ന് രാജാക്കന്മാരുടെ രാജാവായ യേശുവോട് ചേർന്ന് വാഴും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം ശാലോമിനെ കാക്കട്ടെ. ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.